Hello teachers, good evening. Educational psychology in the last unit, personality. നമുക്ക് എല്ലാവർക്കും ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട് അവന്റെ പേഴ്സണാലിറ്റി ശരിയല്ല, അല്ലെങ്കിൽ അവളുടെ പേഴ്സണാലിറ്റി ശരിയല്ല, അല്ലെങ്കിൽ നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം എന്ത് ബേസിലാണ് ആക്ച്വലി നമ്മൾ അങ്ങനെ പറയാറുള്ളത്? അതല്ലെങ്കിൽ ഒരാൾ ഒരു ഗുഡ് പേഴ്സൺ ആണ്, ഒരു നല്ല പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് എപ്പോഴാണ് പറയുക? ആസ് എ ടീച്ചർ, ഹൗ ക്യാൻ വി ഇംപ്രൂവ് അവർ പേഴ്സണാലിറ്റി? ഇങ്ങനെയൊക്കെയുള്ള കുറെ ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി ലെറ്റ് മീ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. ഇന്നത്തെ സെഷനൊക്കെ എല്ലാവരും വെൽക്കം ചെയ്യാണ്. സോ പ്രസന്റേഷൻ നോക്കുക, സൗണ്ട് നോക്കുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം. സ്ലൈഡ് മാറുന്നുണ്ടോ? യെസ്, നല്ല SR. ഇന്നത്തെ ആദ്യത്തെ SR ആണ്, അത് അടിപൊളിയായിട്ടുണ്ട്. സോ പേഴ്സണാലിറ്റി യൂണിറ്റ് 5. ആദ്യം നമ്മളൊരു മീനിങ് പഠിക്കാൻ പോവാണ്. മീനിങ് പഠിക്കുന്നതിന് മുമ്പേ നിങ്ങളെ മനസ്സിലേ ഒരാള് ഒരു ഗുഡ് പേഴ്സണാലിറ്റി ആണ് എന്ന് പറയണമെങ്കിൽ ആ വ്യക്തിയിൽ എന്ത് ക്വാളിറ്റി ഉണ്ടാവണം? നമ്മളൊരു ജനറൽ നോളജ് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലിമിറ്റഡ് ആയ നമ്മുടെ അറിവ് വെച്ചിട്ട് ഒരാള് ഗുഡ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ് എന്ന് പറയണമെങ്കിൽ, നമ്മൾ പറയണമെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് ഗുണങ്ങൾ ഉണ്ടാവണം? ഇതൊരു ഇൻട്രോ എന്നുള്ളത് ചോദിക്കാണ്. എങ്കിലും ആരെങ്കിലും എന്തെങ്കിലും വല്ല പൊട്ടത്തിലൊക്കെ പറയും. ഈ ശരിത്തരം പറയണമെങ്കിൽ അത് പറയണം. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്ത്? സോഷ്യലി നല്ലോണം, അഥവാ എല്ലാവരെയും കണ്ടാൽ സംസാരിക്കുന്ന ഒരാളാണെന്നാണോ? നമ്മളൊരു പെരുമാറ്റം ഉണ്ടാവല്ലോ ആളുകളോടുള്ള, അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ ഒരാളെ പേഴ്സണാലിറ്റി. ഭാഷ, കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വേർഡ്സ്. ഇംഗ്ലീഷ് ഉപയോഗിച്ചാൽ നല്ല പേഴ്സണാലിറ്റി ഉണ്ടാവോ? ഇല്ല, ഇംഗ്ലീഷ് ഉപയോഗിച്ച പേഴ്സണാലിറ്റി ഇല്ലേ? പേഴ്സണാലിറ്റി ഉണ്ടാവും, പക്ഷെ ആ ഒരു സംസാര രീതി, ഒരാളോട് 5 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അയാളെ ഏകദേശം ഒരു സംസാര രീതി വെച്ചിട്ട് കൾച്ചർ നോക്കാലോ. ഓക്കെ, എന്നൊരു കാര്യം ചെയ്യും. നമ്മൾ തമ്മിലിപ്പോ എന്റെ ക്ലാസ് കുറെ കേട്ടല്ലേ? കേട്ടിട്ടുണ്ട് സാർ. അപ്പൊ എന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ട് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു തരണോ? ഓക്കെ. ക്ലാസിന്റെ ഇടയിൽ പറയാനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല സർ? അല്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചർച്ച ചെയ്യാം ഒരാളെ പേഴ്സണാലിറ്റി. അപ്പൊ നമുക്ക് ഇന്ന് ഞാൻ എന്തറിയോ, സാധാരണ ഒരാളെ നന്നായി സംസാരിച്ചു, നമ്മൾ ഭയങ്കര പേഴ്സണാലിറ്റി ആണെന്ന് പറയും. ചിലപ്പോ നന്നായി ഡ്രസ് ചെയ്താൽ നല്ല പേഴ്സണാലിറ്റി എന്ന് പറയാറുണ്ട്. ചിലപ്പം നമുക്ക് ഭയങ്കര പരിഗണന എന്നാല്, നല്ലൊരു ഹോസ്റ്റ് ആയാൽ നല്ല പേഴ്സണാലിറ്റി പറയാറുണ്ട്. ഇപ്പൊ ഒരു ടീച്ചർ ആണെങ്കിൽ, അധ്യാപകനാണെങ്കിൽ നന്നായി ക്ലാസ് എടുത്താൽ നല്ല പേഴ്സണാലിറ്റി പറയാറുണ്ട്. സ്റ്റുഡൻസിനെ കൺസിഡർ ചെയ്താൽ നല്ല പേഴ്സണാലിറ്റി പറയാറുണ്ട്, ഇല്ലേ? എങ്ങനെയൊക്കെ നല്ല പേഴ്സണാലിറ്റി പറയാറില്ലേ? ഞങ്ങളൊക്കെ എങ്ങനെയാണ്? ഞങ്ങളൊക്കെ അങ്ങനെയാണ്. നിങ്ങൾ അങ്ങനെ തന്നെ അല്ലേ? അതെ. യെസ്. അപ്പൊ സംഭവം അങ്ങനെ തന്നെയാണ്. എങ്കിലും നമുക്ക് നോക്കാം. സോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ ടേം പേഴ്സണാലിറ്റി? Personality has been derived from the Latin word persona. Okay, means facial mask. അപ്പോ നമ്മള് മുഖത്ത് ധരിക്കുന്ന ഒരു മാസ്ക് എന്നാണ് പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുന്നത്. പേഴ്സണാലിറ്റിയെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ചൊരു കവിത ഉണ്ടായിരുന്നു. എന്താ പേര് ഞാൻ മറന്നുപോയി. ഓഫീസ് ഫേസ്, കോക്ടെയിൽ ഫേസ്, സ്ട്രീറ്റ് ഫേസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് ആരെങ്കിലും ഓർമ്മ ഉണ്ടോ? കവിത ഓർമ്മ ഉണ്ടോ? W.H. ഓടന്റേതാണോ? കൃത്യം ഓർക്കണില്ല. കുറച്ച് മുമ്പ് ഞാനത് വായിച്ചതാ. പല മുഖങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കവിത ഉണ്ട്. ഓക്കെ, സോ അതേമാതിരിയാണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫേസ് മാസ്ക്, അല്ലെങ്കിൽ ഫേഷ്യൽ മാസ്ക് പോലെയാണ്. എന്താ ഫേഷ്യൽ മാസ്ക്? ഫേസിന്റെ പോലെയാണ് പറഞ്ഞ പോലെ. എന്തായിരിക്കും ഫേഷ്യൽ മാസ്ക് എന്ന് പറയാൻ കാരണം? നമ്മൾ പലപ്പോഴും നമ്മുടെ ഒറിജിനൽ ക്യാരക്ടർ പുറത്ത് കാണിക്കില്ലല്ലോ. ഒരു മാന്യതയുടെ ഒരു മുഖപടം എല്ലായ്പ്പോഴും അഭിനയിക്കണം അല്ലേ? യഥാർത്ഥം നമ്മള് എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ചിന്തിക്കണം. നമ്മൾ ഒറ്റയ്ക്ക് എവിടെയാണോ നിൽക്കുന്ന അവിടെ ആണ് നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കുന്നത്. The real self, the real personality അല്ലെ is there. So personality എന്നുള്ള വാക്ക്, persona എന്ന വാക്കെന്നാണ്. That is from Latin word. It refers to the facial mask worn by Roman actors on the stage.
അതുവരെ റോമൻ ആക്ടേഴ്സ് പണ്ട് ഫേഷ്യൽ മാസ്ക് വെച്ചിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുക, അവതരിപ്പിക്കുക. സോ അങ്ങനെ അവരുടെ ആ ഒരു പ്രസന്റേഷൻ നിന്നാണ് അത്രേ ഈ പേഴ്സണാലിറ്റി എന്ന വാക്ക് പേഴ്സോണ എന്ന ലാറ്റിൻ വേർഡ് ത്രൂ ഉണ്ടായത്. ഇന്ന് ഇതിന്റെ മീനിങ് മെനി തിങ്സ് ടു മെനി പീപ്പിൾ എന്നാണ്. അഥവാ വ്യത്യസ്തമായ ആളുകൾക്ക് വ്യത്യസ്തമായ പല സംഭവങ്ങളുണ്ട്, പല സ്വഭാവങ്ങളുണ്ട് എന്ന് കാണിക്കുന്നതാണ് ആക്ച്വലി പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. സോ എവറി ഇൻഡിവിജ്വൽ ഹാസ് എ ഡിസ്റ്റിങ്ക്ട് പേഴ്സണാലിറ്റി. ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ട്. ഈ പേഴ്സണാലിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്താ നമ്മൾ സ്വഭാവം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചുരുക്കി പറയാൻ പറ്റും അല്ലെ. അതിന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന രൂപത്തിൽ പറയാം. ആക്ച്വലി ഈസ് ഇറ്റ് ചേഞ്ചബിൾ? നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും, സ്വഭാവങ്ങളൊക്കെ മാറ്റാൻ പറ്റും. മാറ്റാൻ പറ്റും, മോഡിഫൈ ചെയ്യാൻ പറ്റും. മോഡിഫൈ ചെയ്യാൻ പറ്റും. എത്ര വരെ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ എത്ര മുതൽ മാറ്റാൻ പറ്റും? നമ്മുടെ ശീലങ്ങൾ മാറ്റാൻ പറ്റും, നമ്മളുടെ കാഴ്ചപ്പാട് മാറ്റാൻ പറ്റുമോ? നമ്മുടെ കാഴ്ചപ്പാട് മാറ്റാൻ പറ്റുമോ? നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ പറ്റുമോ? ആ വ്യക്തി റെഡി ആണെങ്കിൽ മാറ്റാൻ പറ്റും. യെസ്. ഇനി നമ്മൾ സാധാരണ സൈക്കോളജിയിൽ ഇപ്പം പ്രായം കുറഞ്ഞ ആളുകളുടെ ഒരു പേഴ്സണാലിറ്റി മാറ്റാൻ അവർക്ക് നമ്മുടെ എന്താണ് കുറച്ച് ബിഹേവിയറൽ തെറപ്പീസ് ഉണ്ട്, അത് കൊടുക്കാം. അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് എന്നുള്ളൊരു പ്രോഗ്രാം വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ അവരുടെ ഒരു പേഴ്സണാലിറ്റി നമുക്ക് റീറൂട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ആഫ്റ്റർ 40 ഇറ്റ് വുഡ് ബി വെരി ഡിഫിക്കൽട്ട് ടു ചേഞ്ച് ദെയർ പേഴ്സണാലിറ്റി എന്ന് പറയാറുണ്ട്. ഓക്കെ, ആഫ്റ്റർ 40. അപ്പം അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അഥവാ കുറച്ച് ഏജ്ഡ് ആയ ഒരാളുടെ പോയിട്ട് നിങ്ങളിത് മാറണം അല്ലെങ്കിൽ ഈ സ്വഭാവം മാറ്റണം എന്ന് പറയുമ്പോൾ അതിൽ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ എവറി ഇൻഡിവിജ്വൽ ഹാസ് എ ഡിസ്റ്റിങ്ക്ട് പേഴ്സണാലിറ്റി. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ദ ടോട്ടാലിറ്റി ഓഫ് വാട്ട് എ പേഴ്സൺ ഈസ്. ഒരു വ്യക്തി ടോട്ടലി എന്താണ്, അഥവാ ഒരു വ്യക്തി ഓഫീസിൽ ഭയങ്കര അടിപൊളിയാണ്, വീട്ടിൽ ഭയങ്കര ബോറിംഗ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ക്രൂവലാണ്. ആ സമയത്ത് അങ്ങാടി പോയാൽ ആള് പിന്നെ ഓക്കെയാണ്, ഫ്രണ്ട്സിന്റെ അടുത്ത് ആളെ ഓക്കെയാണ്. ഇങ്ങനെയൊക്കെയുള്ള പല മുഖങ്ങളുണ്ടാവും അല്ലെ, ബഹുമുഖങ്ങൾ ഉണ്ടാവും. സോ ആക്ച്വലി അതിൽ നിന്ന് ഒരു ടോട്ടലി അദ്ദേഹം ഇന്നതാണെന്ന് പറയേണ്ടി വരും. സോ എല്ലായിടത്തും ഒരേപോലെ ആണെങ്കിൽ ഓക്കെ, ദ പേഴ്സൺ ഈസ് വെരി ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റും. എന്നാൽ എല്ലാ സമയത്തും അദ്ദേഹം ഫ്രണ്ട്ലി അല്ല, അല്ലെങ്കിൽ എല്ലാവരും ഫ്രണ്ട്ലി അല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി ദ പേഴ്സൺ ഈസ് ഫ്രണ്ട്ലി പേഴ്സൺ എന്ന് പറയാൻ പറ്റില്ല. സോ അതില് നമ്മൾ അതിന്റെ ഒരു ടോട്ടാലിറ്റി നോക്കണം എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് ഓൾ ട്രേറ്റ്സ് ലൈക്ക് ഫിസിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ എക്സെട്ര. മാനസിക, ശാരീരിക, സാമൂഹിക, രാഷ്ട്രീയ, അങ്ങനെ പലതരത്തിലുള്ള സൈഡ്സ് അല്ലെങ്കിൽ ട്രൈറ്റുകൾ നമ്മൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഒരാളുടെ പേഴ്സണാലിറ്റി എന്താണ് എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ്. ജനോഗ്രാം എന്നൊരു സാധനം ഉണ്ട്, നിങ്ങൾ ആരെങ്കിലും കേട്ടണോ? ജനോഗ്രാം? ഇല്ല സർ. ജനോഗ്രാം അല്ല, എന്താ പേര്, സോറി, എനിയാഗ്രാം കേട്ടണോ? ഇല്ല. ഇല്ല. ഞാൻ അതിൻ്റെ ഒരു സാധനം നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. എനിയാഗ്രാം എന്ന് പറഞ്ഞാല് ഒരു 9 പേഴ്സണാലിറ്റി അടങ്ങിയ ഒരു സംഭവമാണ്. അത് പഠിച്ചാല് ഇതിൽ നമുക്ക് കുറെ തിയറീസ് പഠിക്കുന്നുണ്ട്. ഇതിലൊക്കെ ചെറിയ ചെറിയ ഒരു 2 ടൈപ്പ്, 4 ടൈപ്പ്, 6 ടൈപ്പ്, അങ്ങനെ ചെറിയ ചെറിയ പേഴ്സണാലിറ്റി തിയറീസേ നമ്മുടെ ബുക്കിൽ വരുന്നുള്ളൂ. അപ്പൊ ആക്ച്വലി എനിയാഗ്രാം എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത് വെച്ചാൽ ഒരു 9 പേഴ്സണാലിറ്റി ഉണ്ടായില്ലേ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മോസ്റ്റ് ഓഫ് ദം നമുക്ക് ഇന്ന ആൾ ഇന്ന പേഴ്സണാലിറ്റി ആണ്, ഇന്ന രൂപത്തിലാണ് ആൾ ബിഹേവ് ചെയ്യുക, ഇന്ന രൂപത്തിലാണ് ആൾ സോഷ്യൽ ബിഹേവിയർ ഉണ്ടാവുക, ഇന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ തിങ്കിങ് പ്രോസസ്സ് പോവുക, ഇന്ന ജോബാണ് അദ്ദേഹത്തിന് സൂട്ട് ആവുക, അങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങൾ പറയാൻ പറ്റും. ഓക്കെ, സോ നമുക്കത് ഇതിലില്ല, സിലബസിലില്ല. ക്വാളിറ്റി, സർവീസ് ഡെലിവറി, ക്രിയേറ്റിവിറ്റി, ഇൻസൈറ്റ്, വിജിലൻസ്, വിഷൻ, ഡ്രൈവ്, ഹാർമണി, അതാണോ? അല്ല 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 അല്ല, ഇതില് വേറെ, ഇതില് ഹെൽപ്പർ, ഇങ്ങനെ ഓരോരോ എന്താ പറയാ
ഓരോ പേഴ്സണാലിറ്റിക്ക് ഓരോ പേരുകളാണ്. ഓക്കെ, പിന്നെ നോക്കാം ഇതിലുള്ളതല്ല. then it includes all traits like physical. ഓക്കെ പറഞ്ഞു. ഇതിന്റെ ഒരു ഫ്രീമാൻ അതുപോലെ തന്നെ ആൽപോർട്ടിന്റെ ഡെഫിനിഷൻസ് ആണ്, പേഴ്സണാലിറ്റി ഡെഫിനിഷൻസ് ആണ്. ഒരു ഡെഫിനിഷൻ എങ്കിലും കാണാതെ പഠിക്കുന്നത് നല്ലതാണ്, ഇല്ലെങ്കിൽ നമ്മുടേതായ ഡെഫിനിഷൻ ഉണ്ടാക്കാൻ പഠിക്കുന്നത് നല്ലതാണ്. So individual's personality is the resulting individuality arising out of the interaction of a self-conscious and intelligent person and the environment in which he lives. Actually, ഒരാളുടെ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് റിസൾട്ടിങ് ഇൻഡിവിജ്വാലിറ്റി അറൈസിങ് ഔട്ട് ഓഫ് ദ ഇന്ററാക്ഷൻ ഓഫ് സെൽഫ് കോൺഷ്യസ് ആൻഡ് ഇന്റലിജന്റ് പേഴ്സൺ. നമ്മളെ സെൽഫ് കോൺഷ്യസ്, ഇന്റലിജന്റ് പേഴ്സൺസ് ഇതിനോടൊക്കെയുള്ള നമ്മുടെ ഇന്ററാക്ഷന്റെ അതിൽ നിന്ന് ഉയർന്നു വരുന്ന അതിന്റെ റിസൾട്ടായി നമുക്ക് കിട്ടുന്ന ഒന്നാണ് പേഴ്സണാലിറ്റി. അപ്പൊ നമ്മൾ സെൽഫ് കോൺഷ്യസ് ആവുകയും അതേപോലെ തന്നെ ഇന്റലിജൻസ് പേഴ്സൺസിനോടും എൻവയോൺമെന്റിനോടൊക്കെ നമ്മൾ ജീവിക്കുന്ന എൻവയോൺമെന്റിനോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മോട് തന്നെ ഇന്ററാക്ട് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ഇന്റലിജന്റ് ആയ പേഴ്സൺസിനോട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളോട്, നമ്മുടെ പരിസ്ഥിതിയിലുള്ള ആളുകളോട് ഇതിനോടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്നാണ് ഫ്രീമാൻ, FS ഫ്രീമാന്റെ ഒരു ഡെഫിനിഷൻ. ആൽപോർട്ട് പറയുന്നത് പേഴ്സണാലിറ്റി ഈസ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ വിത്തിൻ ദ ഇൻഡിവിജ്വൽ of those psychophysical system that determine his characteristics, behavior and thought. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡൈനാമിക് ഓർഗനൈസേഷൻ ആണ്, വളരെ മാറ്റമുള്ള വളരെ വ്യത്യസ്തമായ ഒരു സിസ്റ്റമാണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ഇൻഡിവിജ്വൽ. അത് നമ്മുടെ ഓരോ മനുഷ്യരുടെയും ഉള്ളിലുള്ളതാണ്. ദോസ് സൈക്കോ ഫിസിക്കൽ സിസ്റ്റം, നമ്മുടെ മാനസിക ശാരീരിക ആ സിസ്റ്റം, ആ പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഒന്നാണ് പേഴ്സണാലിറ്റി that determine his characteristic behavior. അതാണ് ആ ഒരു വ്യക്തിന്റെ, നമ്മുടെ മനസ്സിനുള്ളിൽ വരുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള ആ സിസ്റ്റം അത് പ്രവർത്തിച്ച് അതിന്റെ ഒരു റിസൾട്ട് ആണ് ഒരാളുടെ ബിഹേവിയർ, ഒരാളുടെ തോട്ട് എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി. ആക്ച്വലി നമുക്കൊരു ഇന്നർ സെൽഫ് ഉണ്ട്, നമുക്കൊരു മാനസികമായ ഒരു സൈക്കോളജിക്കൽ സെൽഫ് ഉണ്ട്, അതേപോലെ ഒരു ഫിസിക്കൽ സെൽഫ് ഉണ്ട്, നമ്മുടെ ശാരീരികമായ ഒന്നുണ്ട്. സോ മനസ്സും ശരീരവും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഒന്നാണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്നാണ് ആൽപോർട്ട് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അതിന്റെ ഒരു ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. ഒരാളുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ആ സംഭവത്തിന്റെ ക്യാരക്ടേഴ്സ് ആണ്, സ്വഭാവ ഗുണങ്ങളാണ്. സോ പേഴ്സണാലിറ്റി ഈസ് സെൽഫ് കോൺഷ്യസ്നെസ്. എനിക്ക് എന്നെ കുറിച്ചിട്ടുള്ള എന്റെ ബോധമാണ് എന്റെ പേഴ്സണാലിറ്റി. ഓക്കെ, നിങ്ങൾക്ക് ഒരു സെൽഫ് കോൺഷ്യസ്നെസ് നിങ്ങളെ കുറിച്ചുണ്ടാവും. നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ മെറിറ്റ്, നിങ്ങളുടെ ലാംഗ്വേജ്, നിങ്ങളുടെ പേഷ്യൻസ്, അല്ലെ, നമ്മുടെ നീറ്റ്നെസ്, എവറിത്തിങ് ഷാൽ ബി കൺസിഡേർഡ് ടു കാൽക്കുലേറ്റ് ദ പേഴ്സണാലിറ്റി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഒരു സെൽഫ് കോൺഷ്യസ്നെസ് ആണ് ആക്ച്വലി പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ. ആൻഡ് ഇറ്റ് ഈസ് ത്രൂ സോഷ്യൽ ആണ് ആക്ച്വലി. അഥവാ ഇത് സൊസൈറ്റിയിലൂടെ കടന്നു പോകുന്ന, സമൂഹവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന ഒന്നാണ് ആക്ച്വലി നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പോ സൊസൈറ്റിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമായോ നമ്മുടെ റിലേറ്റീവ്സുമായി നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ അഫക്ട് അവർ പേഴ്സണാലിറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, നമ്മുടെ പേഴ്സണാലിറ്റി ആക്ച്വലി ഫോം ചെയ്യപ്പെടുന്നത് ഏകദേശം ഒരു എത്ര വയസ്സാകുമ്പോഴൊക്കെ ആയിരിക്കും അറിയോ? സിക്സ് ടു സെവൻ അങ്ങനെ ഇത് പല ഏജ് പറയാറുണ്ട്. എങ്കിലും നിങ്ങൾ അഭിപ്രായം ചോദിച്ചതാ. എന്തിനു പറയേ? പേഴ്സണാലിറ്റി ഫോം ചെയ്യുക ആക്ച്വലി ഏകദേശം എത്ര വയസ്സാകുമ്പോ അല്ലെങ്കിൽ ഏത് പ്രായത്തിൽ അല്ലെങ്കിൽ ഏതൊരു ഘട്ടത്തിലാണെന്നൊക്കെ ചോദിക്കുന്നത്. സാധാരണ ഒരു 5 എന്ന് പറയാറുണ്ട്. 6 to 7 എന്ന് പറഞ്ഞപ്പോൾ കൂടെ പറഞ്ഞത് 5 വയസ്സിന് മുമ്പ് നമ്മൾ പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നാണ് പറയാറുള്ളത്. പക്ഷേ അതിന്റെ ഡേഞ്ചർ എന്താ അറിയോ? ഈ 5 വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മൾ തീരെ ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ അവരൊരു ഗുഡ് പേഴ്സണാലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ബോധപൂർവം അവർക്ക് ഇൻപുട്ട് കൊടുക്കാറില്ല. എന്നാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. റൈറ്റ്? അപ്പൊ അതിന് പേഴ്സണാലിറ്റിക്ക് കുറെ ഘട്ടങ്ങളുണ്ട് കേട്ടോ, ഘട്ടങ്ങളുണ്ട്. അതിൽ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. എങ്കിലും അതിന്റെ ഒരു ബേസ്, പേഴ്സണാലിറ്റിയുടെ ഒരു ബേസ് 5 വയസ്സ്, ഒരു 6-7 വയസ്സുകളിലൊക്കെ ഫോം ചെയ്യപ്പെടുമെന്നാണ് പറയാറുള്ളത്. റൈറ്റ്?
അപ്പൊ എന്റെ ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ ഓരോ പേഴ്സണാലിറ്റി ട്രേറ്റുകൾ ഇങ്ങനെ മാറി മാറി വരും എങ്കിലും. സോ ആൻഡ് തേർഡ് വൺ, ഇറ്റ് ഈസ് ഡൈനാമിക്. പേഴ്സണാലിറ്റി ഒരിക്കലും സ്റ്റാറ്റിക് ആണെന്ന് പറയണില്ല, ഡൈനാമിക് ആണ്. അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഇല്ലേ, ചില ആളുകൾ പറയാറില്ലേ, ഞാനൊരു ടൂർ പോയി, അല്ലെങ്കിൽ ഒരു വേൾഡ് ടൂർ പോയി, അതിനുശേഷമാണ് എൻ്റെ കാഴ്ചപ്പാടുകൾ മാറിയത് എന്നൊക്കെ പറയാറില്ലേ? യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾ അങ്ങനെ പറയാറുണ്ട്. ചില ആൾ പറയും 2 വർഷം ഞാൻ ഗൾഫിൽ നിന്നു, അതിനുശേഷമാണ് എൻ്റെ ജീവിതം മാറിയത്, അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടുകൾ മാറിയത്. അങ്ങനെ പല ആളുകളും പല സന്ദർഭങ്ങളിലൂടെ എൻ്റെ കാഴ്ചപ്പാടുകൾ മാറിയെന്ന് പറയാറുണ്ട്. ആ മാറിയ കാഴ്ചപ്പാടിനെ നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ്. ഹെറിഡിറ്റി ആൻഡ് ഹെറിഡിറ്ററി ആണ് കേട്ടോ, ആൻഡ് എൻവയോൺമെന്റ്. സോ എന്താ രണ്ട് സാധനം എന്താ? ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ് എന്താ? ഹെറിഡിറ്റി അല്ലെങ്കിൽ ഹെറിഡിറ്ററി എന്താ ഇതിന്റെ പിന്നെ രണ്ടിന്റെയും മീനിങ് എന്താ? പാരമ്പര്യമായി കിട്ടുന്നത്, പാരമ്പര്യമായി കിട്ടുന്നതും പിന്നെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടനുസരിച്ച് ചുറ്റുപാടിന് കിട്ടുന്നതും. അപ്പൊ നോക്കട്ടെ, ഹെറിഡിറ്ററി ആണോ എൻവയോൺമെന്റൽ ആണോ ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുക? നമുക്ക് പാരമ്പര്യമായി പാരന്റ്സിൽ നിന്ന് കിട്ടുന്ന കഴിവുകളും അതിന്റെ സ്വഭാവമാണോ, അതല്ല നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളാണോ നമ്മുടെ പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എൻവയോൺമെന്റ് എല്ലാവരും എൻവയോൺമെന്റ് പറയണേ. ആരെങ്കിലും ഹെറിഡിറ്ററി പറയുന്നുണ്ടോ? ആരില്ല. ഇത് ഞങ്ങളൊക്കെ ബി.എഡ് പഠിച്ചപ്പോ ഞങ്ങളുടെ ഒരു ഡിബേറ്റ് ടോപ്പിക് ആയിരുന്നു ഇത്. ഹെറിഡിറ്ററി ആണോ എൻവയോൺമെന്റ് ആണോ നമ്മുടെ പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നതിന് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്? ആക്ച്വലി രണ്ടും ഒരു 50-50 ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ അത്രയും ഒരു സ്ട്രോങ് എൻവയോൺമെന്റ് ഉണ്ടെങ്കിലാണ് കൂടുതൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത ഉള്ളൂ. പക്ഷെ രണ്ടും ഉണ്ട് എന്ന അറിവാണ് ഏറ്റവും വലിയ അറിവ്. ഓക്കെ, ഹെറിഡിറ്ററിയും എൻവയോൺമെന്റും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ അറിവാണ് ശരിക്കും. അപ്പൊ നമ്മുടെ ചുറ്റുപാട് ശരിയാക്കണം, നമ്മുടെ ഹെറിറ്റേജ് ശരിയാക്കണം. ഓക്കെ, എത്ര തലമുറ വരെ നമ്മുടെ പേഴ്സണാലിറ്റി അഫക്റ്റ് ചെയ്യുമെന്ന് അറിയോ? നമ്മുടെ പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ്, അങ്ങനെ അങ്ങനെ എത്ര തലമുറ വരെ നമ്മുടെ സ്വഭാവത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അറിയോ? 4-5. എവിടേക്ക് പോണേ? ആദരവിക്കോ? ഓക്കെ, സാധാരണ 3 പറഞ്ഞേക്കാറുണ്ട്. ഓക്കെ, 3 തലമുറ വരെ ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് അഡ്ജസ്റ്റബിൾ ആൻഡ് മോഡിഫയബിൾ. അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും മാറ്റാൻ പറ്റുന്ന, അല്ല മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതുമാണ്. ആൻഡ് ഇറ്റ് ഈസ് യുണീക്ക്. ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റിയാണ്. രണ്ടാളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല, കാരണം രണ്ടാൾക്കും 2 പേഴ്സണാലിറ്റിയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഇന്റഗ്രേറ്റഡ് ആൻഡ് ഫങ്ഷൻസ് ആസ് എ ഹോൾ. ഇത് മൊത്തമായിട്ട് പ്രവർത്തിക്കുക, അഥവാ ശാരീരികം, മാനസികം, ഇങ്ങനെ എല്ലാതും കൂടി ഒരുമിച്ചാണ് പ്രവർത്തിക്കുക. ആൻഡ് ഇറ്റ് ഈസ് അസസബിൾ. പേഴ്സണാലിറ്റി നമുക്ക് അളക്കാം, പേഴ്സണാലിറ്റിയെ നമുക്ക് അളക്കാൻ കഴിയും. അതായത് ഗുഡ് പേഴ്സണാലിറ്റി ആണോ ബാഡ് പേഴ്സണാലിറ്റി ആണോ എന്നുള്ളത് നോക്കാൻ പറ്റുന്നതാണ്. ദെൻ യൂസസ് ഓഫ് ദ നോളജ് ഓഫ് പേഴ്സണാലിറ്റി ടു ടീച്ചേഴ്സ് ആണ്. പേഴ്സണാലിറ്റിയെ കുറിച്ച് നമുക്ക് ആസ് എ ടീച്ചർ നമുക്ക് അറിയുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കി, ഇതൊക്കെ നമുക്ക് അറിയാം. ഇത് നമ്മൾ കാണാതെ പഠിച്ചാൽ ആസ് എ ടീച്ചർ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്താണ് ഇപ്പൊ ഈ 6ാമത്തെ പോയിന്റ് വെച്ചിട്ട് നമുക്ക് എന്താ ഗുണം? ആസ് എ ടീച്ചർ നമുക്ക് എന്താ ഗുണം? ഒരു കുട്ടിനെ മനസ്സിലാക്കിയിട്ട് നല്ല റൂട്ടൊക്കെ ആക്കി കൊടുക്കാന്. ഈ 6ാമത്തെ പോയിന്റ് സ്ക്രീനിക്ക് നോക്കിയാൽ 6ാമത്തെ പോയിന്റ് ഇറ്റ് ഈസ് യുണീക്ക് എന്നുള്ള ക്യാരക്ടർ വെച്ചിട്ട് ആസ് എ ടീച്ചർ എന്താണ് നമുക്ക് അതിൽ ചെയ്യാനുള്ളത്? കുട്ടി എപ്പോഴും വ്യത്യസ്തമായി പെരുമാറുമ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അത് മാത്രമല്ല, അത് ഒരു കാരണം അതാണ്. 2, നമ്മളിപ്പോ ഒരാൾ പഠിച്ചു, ഒരാൾ പഠിച്ചില്ല. അവൻ കണ്ടോ പഠിച്ചു, അല്ലെങ്കിൽ അവൻ പറഞ്ഞ കേട്ടു, നീ പറഞ്ഞ കേട്ടില്ല, അവൻ നല്ലവനാണ്, നീ മോശമാണ് എന്ന് പറയുന്നതിന് മുമ്പേ നമുക്ക് അറിയേണ്ടതാണ്, അല്ലെ, എവ്രി വൺ ഈസ് യുണീക്ക്. കാരണം 2 ആള് 2 കാഴ്ചപ്പാടുള്ള ആളുകളാണ്, 2 പേഴ്സണാലിറ്റിയാണ്. ഞാൻ പറഞ്ഞാല് ഈ വ്യക്തി കൃത്യമായി കേട്ടത് കൊണ്ട് മറ്റു വ്യക്തികൾ അല്ലെങ്കിൽ മറ്റു സ്റ്റുഡൻസ് അത് കേൾക്കണമെന്നില്ല എന്ന ബോധം നമുക്ക് ഉണ്ടാവാനാണ്. ഓക്കെ, അപ്പൊ ഈ അസസബിൾ എന്നുള്ളതോ 8ാമത്തെ പോയിന്റ് എങ്ങനെ നമുക്ക് ടീച്ചേഴ്സിന് വേണ്ടത്? ഓരോ കുട്ടിക്കും അതിനനുസരിച്ചുള്ള ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ കുട്ടികളുടെ പേഴ്സണാലിറ്റി അളക്കണം, അല്ലെ?
നല്ല പേഴ്സണാലിറ്റിയും അത് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ അളക്കണം എന്നിട്ട് വേണ്ടി കൊടുക്കുക. അപ്പൊ 4ാമത്തെ പോയിന്റോ, ഇറ്റ് ഈസ് ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ് എന്നൊക്കെയുള്ള സാധനം. ആസ് എ ടീച്ചർ നമുക്ക് എന്തിനാ പോയിന്റ് അറിയണം? കുട്ടി ഇപ്പൊ ചീത്ത സ്വഭാവമൊക്കെ ആണെങ്കിൽ അത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാലോ. പാരന്റ്സ് മീറ്റിംഗ് വിളിക്കുമ്പോഴേ നിങ്ങളെ മോന് ഞങ്ങളെ കോളേജിൽ ഇപ്പൊ അടുത്ത് പാരന്റ്സ് മീറ്റിംഗ് കഴിഞ്ഞു. അപ്പൊ മോനെപ്പോഴും വൈകി വരിക, അഥവാ പങ്ക്ച്വൽ അല്ല. അപ്പോ പാരന്റ്സ് മീറ്റിംഗ് വിളിച്ചിട്ട് പാരന്റ് വന്നില്ല. ഞാൻ വിളിച്ചിട്ട് 2 വർത്താനം പറഞ്ഞു. ഞാൻ പറഞ്ഞേ, നിങ്ങൾ ഏതായാലും ഇങ്ങനെയാണ്, നിങ്ങളെ മോനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഏതായാലും അവന്റെ കാര്യത്തിൽ ഞാൻ അധികം ഇടപെടുന്നില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളെ മോനെ കുറിച്ചിട്ട് നിങ്ങളെ സ്വഭാവം നിങ്ങളെ മോന് കിട്ടിയിട്ടുണ്ടാവും. അത് ഞാനോ ഇനി വേറെ ഒരാൾ വിചാരിച്ചാലും നന്നാവാൻ പോണില്ല എന്ന് പച്ചക്ക് പറഞ്ഞു. ആ വ്യക്തി അടുത്ത ദിവസം രാവിലെ കോളേജിൽ വന്നു. അപ്പം പിന്നെ പാരന്റ്സിന് ചീത്ത പറയാനല്ല, ചില കുട്ടികളുടെ ഒരു മോശം സ്വഭാവമുള്ള ഒരു കുട്ടിയുണ്ട് സങ്കല്പിക്കാം. ആ കുട്ടി മോഷ്ടിക്കാണ്. അപ്പം ഒന്നുകിൽ ആ കുട്ടിനെ കളനാക്കിയത് ആരായിരിക്കും? പാരന്റ്സ് മീൻസ് അവന്റെ പാരന്റ്സിനോ ഗ്രാൻഡ് പാരന്റ്സിനോ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലെ? ഈ ഒരു സ്റ്റീലിംഗ് എന്നുള്ളത് ബ്ലഡിലുള്ള ഒരു സാധനമുള്ള കുറെ ആളുകളുണ്ട്. അപ്പം എന്നാൽ നമ്മൾ അതേ കുറിച്ച് പഠിക്കണം. എന്നിട്ട് ചിലപ്പോ എൻവയോൺമെന്റ്, അവന്റെ കൂട്ടുകാര് അവനെ മോഷ്ടിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടാവാം. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യം. ഒന്ന്, നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നാണോ ആ കുട്ടി ഇത് പഠിച്ചത്, അതല്ല പാരമ്പര്യം കൊണ്ടാണോ? ഈ ഡ്രഗ്സിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ എൻവയോൺമെന്റ് കാര്യം, അത് ഹെറിഡിറ്റിക്ക് വളരെ സാധ്യത കുറവാണ്. അപ്പോൾ എൻവയോൺമെന്റിൽ അങ്ങനെ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നടത്തരുത്, അല്ലെങ്കിൽ ഇരുത്തരുത്. അതല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ ആ നമ്മളെ കോമൺ സ്പേസ് മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അതിൽ പെട്ടെന്ന് ഇടപെടാനോ നമുക്ക് പറ്റണം. ഓക്കെ, സോ ഇതിൽ ഓരോ പോയിന്റും, ഇതിൽ പറഞ്ഞ 8 പോയിന്റ്സും നമുക്ക് ആസ് എ ടീച്ചർ എന്നുള്ളത് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ളതാണ്. ഓക്കെ, സോ എന്തുകൊണ്ട് ടീച്ചേഴ്സ് ഈ പേഴ്സണാലിറ്റി കുറിച്ച് അറിയണം? പേഴ്സണാലിറ്റി വിൽ അഫക്ട് ദിയർ ലേണിംഗ് ആൻഡ് പെർഫോമൻസ്. കാരണം കുട്ടികളുടെ പഠനത്തെ കുട്ടി കൃത്യമായി പഠിക്കുന്നില്ലെങ്കിൽ, കുട്ടി കൃത്യമായി പങ്ക്ച്വലായിട്ട് സ്കൂളിൽ വരുന്നില്ലെങ്കിൽ, കുട്ടിക്ക് വൃത്തിയില്ലെങ്കിൽ, കുട്ടിക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ, എല്ലാം ആ കുട്ടിയുടെ പേഴ്സണാലിറ്റിന്റെ ഭാഗമാണ്. സോ ആ ടീച്ചർക്ക് ആ കുട്ടിനെ കുറിച്ച് മനസ്സിലാക്കാനും അവന്റെ പഠനത്തിന് പറ്റുന്ന രൂപത്തിൽ അവന്റെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യാനും ഒരു ടീച്ചർക്ക് പറ്റണം അല്ലെ? പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ ടീച്ചർക്ക് പറ്റണം. ദേ നീഡ് ടു ഗെറ്റ് പ്രോപ്പർ ഗൈഡൻസ്. അപ്പോ ഒരു കുട്ടിയിൽ എന്താണ് കുറവ് നോക്കി ഇന്ന മാറ്റങ്ങൾ വരുത്തിയാലാണ് നിന്റേത് ഗുഡ് പേഴ്സണാലിറ്റി ആവുക എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു ടീച്ചർക്ക് പറ്റണം. അതിനുവേണ്ടിയാണ് ടീച്ചർക്ക് പേഴ്സണാലിറ്റി എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ട് കൃത്യമായി ധാരണ ഉണ്ടാവേണ്ടത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇതൊക്കെ തിയറിറ്റിക്കലി പഠിച്ച് ക്ലാസ്സിലൂടെ നമ്മുടെ മുന്നിൽ ഏത് സ്വഭാവക്കാരും ഒരേപോലെ കടന്നു പോണ അവസരം ഉണ്ടാവരുത്. മനസ്സിലാവണ്ട? എന്ത് ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ വളരെ സിൻസിയറായിട്ട് പറയാണ്. യു ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് എ വേണ്ട, ആ പോയിന്റ് ഇവിടെ പറയണില്ല. അപ്പം പിന്നെ ഏതായാലും ഇതിനെ വെറും ഒരു ക്ലാസ് ആയി കാണരുത് എന്ന റിക്വസ്റ്റ് ആണ് എനിക്ക് കൂടെ പറയാനുള്ളത്. Then recognition of disturbed personalities will help the teacher to deal and avoid problems. ചിലപ്പോ ചില കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡിസ്റ്റർബ്ഡ് പേഴ്സണാലിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര മോശം പേഴ്സണാലിറ്റിയുള്ള ആളുകളുണ്ടാവും. മോശം പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ആ കുട്ടി എന്തല്ല ആ കുട്ടി മോശമാണ് എന്നല്ല നമ്മൾ കാണണ്ടേ. ആ കുട്ടിന്റെ ഇന്ന ബിഹേവിയർ ഈസ് നോട്ട് ഗുഡ്. അതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റണം, അതിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റണം, അതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റണം, അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റണം. And our personality trait and attitudes are essential to evaluate other personalities. നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയെ കുറിച്ച് അറിയണം. As a teacher, we have to evaluate our personality too. Then we should correct our personality. Then we can easily correct our students' personality. അല്ലേ? നമ്മുടെ പേഴ്സണാലിറ്റി വളരെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞാലാണ് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുക ഇനി ആരെ പേഴ്സണാലിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ അതുകൊണ്ട് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ എസെൻഷ്യൽ ചേഞ്ചസ് വേണ്ടടുത്ത് നമ്മളത് നമുക്ക് തന്നെ ഇടപെടാൻ പറ്റണം എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഹലോ. അല്ലെ, എന്റെ ഒരു പേഴ്സണാലിറ്റി അനുസരിച്ചാണ് എനിക്ക് ക്ലാസ് എടുക്കാൻ വയ്ക്കുക. നിങ്ങളെ പേഴ്സണാലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചോദിക്കണേ.
ഇത് ആക്ച്വലി നമ്മളൊരു ഓഫ്ലൈൻ ക്ലാസ്സിൽ കേസ് ബേസ്ഡായി പഠിപ്പിക്കേണ്ട ഒരു ടോപ്പിക് ഒക്കെയാണ്. കേസ് ബേസ്ഡായി പഠിപ്പിക്കേണ്ട ടോപ്പിക്. സോ എനിവേ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. നമുക്ക് ഒരാൾക്ക് പേഴ്സണൽ ഡെവലപ്മെന്റ് ഉണ്ടാവാൻ, എന്നാൽ ആ ഡെവലപ്മെന്റിനെ തടയുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ബയോളജിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. 3 തരം ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിന് ഓരോന്നും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വിശദീകരിക്കണമൊക്കെ ഉണ്ട്. ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ ഫിസിക്, കെമിക്, നെർവസ് സിസ്റ്റം, അഥവാ നമ്മുടെ ശാരീരിക, നമ്മുടെ അതിനുള്ള രാസപ്രവർത്തനങ്ങൾ, നമ്മുടെ നെർവ്സ് അല്ലെ, നമ്മുടെ നാഡീനരമ്പുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സോഷ്യോളജിക്കൽ ആണെങ്കിൽ വീട്, സ്കൂള്, ഹോം, നമ്മുടെ കൾച്ചർ അല്ലെ, അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സൈക്കോളജിക്കൽ ആണെങ്കിൽ നമ്മുടെ ഇന്റലിജൻസ്, മോട്ടിവേഷൻ, ഇമോഷൻ, ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, സെന്റിമെന്റ്, ഇങ്ങനെയുള്ള ഒരു 6 ഘടകങ്ങൾ പറയുന്നുണ്ട്. ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് നടത്താൻ ഈ ഒരു ഇതിലുള്ളത് ഒന്ന് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, നമ്മുടെ ശാരീരികമായ ഘടകങ്ങൾ നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കും എന്നുള്ളതാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സിന്റെ ബേസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ, ഫിസിക്. സെക്കൻഡ്, ബയോളജിക്കൽ ഫാക്ടേഴ്സ്. അതില് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഫിസിക്, കെമിക് ആൻഡ് നെർവസ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് ഫിസിക്. അതില് ഫിസിക് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അപ്പിയറൻസ് ആണ് ഫിസിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫിസിക്കൽ അപ്പിയറൻസ് പേഴ്സണാലിറ്റിയെ ബാധിക്കും എന്ന ഇത് പഠിപ്പിക്കുന്നതിന് മുമ്പ് ഫിസിക്കൽ അപ്പിയറൻസ് പേഴ്സണാലിറ്റിയെ ബാധിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അഥവാ നമുക്ക് തടി ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്കെൽറ്റാണ്, അല്ലെങ്കിൽ ഭയങ്കര മസിലാണ്, അതല്ലെങ്കിൽ ശരീരം ഭയങ്കര വീക്കാണ്, ഇത് അവരുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ബാധിക്കും. ഒരു ഉദാഹരണ സഹിതം വ്യക്തമാക്കൂ. എന്തോ? ഫാറ്റി ആയിട്ടുള്ള ആൾക്കാരെ കല്യാണത്തിനൊക്കെ പോകുമ്പോ മോഡൽ ഡ്രസ് ഒക്കെ ധരിക്കാൻ ഒരു പേടി കാരണമൊക്കെ ഉണ്ടാവൂലേ? കോൺഫിഡൻസ്, ഞാൻ ഇട്ട് കഴിഞ്ഞാൽ നന്നാവൂല്ലേ എന്നൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, കുറവുണ്ടാവൂലേ? അതൊരു പേഴ്സണാലിറ്റി ബാധിക്കുന്ന പറയണേ. അത് ആ വ്യക്തിയെ ബാധിക്കും. ആ വ്യക്തിയെ ബാധിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അതാണ് പഠിക്കാൻ പോണത്. നമ്മൾ ഈ ബോഡി ഷേമിങ് ചെയ്യില്ലേ, നമ്മൾ കുറെ തടിയുണ്ട്, കുറെ മെലിഞ്ഞിട്ടാണ്, അപ്പൊ മറ്റുള്ളവര് നമ്മളെ അങ്ങനെ ചെയ്യുമ്പോ നമ്മളൊന്ന് ഉൾവലിഞ്ഞു പോകും. നമ്മളങ്ങനെ ഭയങ്കര നമ്മുടെ സ്വഭാവം മാറിപ്പോവും. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഇപ്പൊ തടിയുള്ള ഒരാള് ലേസി ആയിരിക്കുമോ അതല്ല ഭയങ്കര ആക്റ്റീവ് ആയിരിക്കുമോ? പൊതുവെ ലേസി ആയിരിക്കും. ലേസി ആയിരിക്കും അല്ല, പൊതുവെ ഒരു പണിയില്ല. കാരണം അവർക്ക് അവരുടെ ശരീരം കൊണ്ട് വന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അതുപോലെ പേഴ്സണാലിറ്റിയാണ് ഈ പറഞ്ഞ പോലെ. ചിലപ്പോൾ നല്ലൊരു പ്രാസംഗികനാണ്, പക്ഷെ നല്ലൊരു ആക്റ്റീവായ ഒരു ഒരു വ്യക്തിയാണ്. ഇപ്പൊ എനിക്ക് ഒരു 2 മാസം മുമ്പ് ഒരു കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. അതിൽ ഇതേപോലെ നല്ല ആക്റ്റീവായ ഒരു കുട്ടി പെട്ടെന്ന് ഉൾവലിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഈ ഒരു പേഴ്സണാലിറ്റി ഉണ്ടായ ചേഞ്ചസ് ആയിരുന്നു ആക്ച്വലി. ഓക്കെ, അത് ശാരീരികമായ ചില ഘടകങ്ങളിൽ ഉണ്ടായിരുന്നു. റൈറ്റ്. അപ്പൊ ഫിസിക്കൽ പറയണത് ഹൈറ്റ്, ഫിസിക്കൽ അപ്പിയറൻസ്, ഫിസിക്കൽ സ്ട്രെങ്ത്, ജനറൽ ഹെൽത്ത്, അതുപോലെ തന്നെ ഫിസിക്കൽ ഡിഫോമിറ്റി ആൻഡ് അബ്നോർമാലിറ്റീസ് മേ ഇൻഫ്ലുവൻസ് പേഴ്സണാലിറ്റി ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. അഥവാ നമ്മുടെ തടി അല്ലെ, നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ്, നിറം, അല്ലെങ്കിൽ ഹൈറ്റ്, വെയിറ്റ്, ഇതൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ബാധിച്ചേക്കാം എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൽ ഒരു ഇത് പറയാണ്, ഷോർട്ട് സ്റ്റാച്ചുവേർഡ് ഓർ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഡെവലപ്പ് എ ഫീലിംഗ് ഓഫ് ഇൻഫീരിയോറിറ്റി. ഭയങ്കര ഇപ്പോ തീരെ ഹൈറ്റ് ഇല്ലാത്ത ഒരാള്, അല്ലെങ്കിൽ നിറം ഇല്ലാത്ത ഒരാള്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഉള്ള ഒരാള്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാൻഡിക്യാപ്ഡ് ആയ ഒരാള്, അവര് ഒരു മുഖ്യധാരയിലേക്ക് വരാന് ഒന്നും മടിക്കും. അല്ലെങ്കിൽ പൊതുവെ മറ്റുള്ളവർ എല്ലാവരും വരുന്ന സ്ഥലത്ത് നിന്ന് അവർ മാറി മാറി നിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. സോ അത് അവരുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നുണ്ട് എന്നാണ് സാരം. അതുപോലെ തന്നെ ക്രിപ്പിൾഡ് പേഴ്സൺസ്. ക്രിപ്പിൾഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മടിയോ അല്ലെങ്കിൽ പിന്നെ ഇമോഷണലി അൺബാലൻസ്ഡ് ആയ ഒരാളൊക്കെയാണ് പറയാം. സോ അവരൊക്കെ
അവരുടെ പേഴ്സണാലിറ്റി, കാരണം പെട്ടെന്ന് ഒരു ഇമോഷൻ ആകുന്ന ഒരാളാണെങ്കിൽ, ദേഷ്യമാവട്ടെ, സങ്കടമാവട്ടെ, എന്താവട്ടെ, അത് അവര് ഈ പറഞ്ഞ പോലെ പല സന്ദർഭത്തിൽ അവർ മാറി നിൽക്കാനോ അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ അവരായിക്കൊണ്ട് ബാക്കിയുള്ള മുന്നിൽ നടക്കാനോ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ വിരൂപമായിട്ടുള്ള അഗ്ലി പേഴ്സൺസ്, വിരൂപമായിട്ടുള്ള അവരുടെ മുഖത്ത് ഭയങ്കര കുരു വന്നു അല്ലെ, നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ പോണ്ടേ എന്നുള്ളത് തടിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു നിനക്ക് വന്നാല് നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഫിസിക്കൽ അപ്പിയറൻസ് നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം പറഞ്ഞാല്. അത് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ബാധിക്കും. ഈ രണ്ട് കെമിക്കാണ്. ഇറ്റ് മീൻസ് എ പോസിബിൾ എഫക്ട് ഓഫ് ഡെക്ലസ് ഗ്ലാൻസ് ഓൺ ദ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അഥവാ നമ്മുടെ തൈറോക്സിൻ, അതുപോലെ തന്നെ ലെത്താജിക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആണ് അല്ലെ. നമ്മൾ ചില സമയത്ത് നമുക്ക് ഭയങ്കരമായി ദേഷ്യം വരും. കാരണം നമ്മുടെ ശരീരത്തിന്റെ ഒരു അതിലുള്ള ഹോർമോണുകളുടെ ഡിഫറൻസുകൾ, അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പിന്നെ കാൽസ്യോ അല്ലെങ്കിൽ മഗ്നീഷ്യോ പറഞ്ഞുള്ള ഈ കെമിക്കൽ സബ്സ്റ്റൻസിന്റെ ഇംബാലൻസ്, അതൊക്കെ നമ്മുടെ ഇമോഷൻസിനെയും കോൺഫിഡൻസിനെയും ഒക്കെ ബാധിക്കാറുണ്ട്. ചില ആളുകൾ ചില സമയത്ത് ഒറ്റയ്ക്കിരിക്കണം എന്ന് ആഗ്രഹിക്കും. ചില ആളുകളുടെ സമയത്ത് ഭയങ്കര ഫുഡി ആയിരിക്കും. ചില സമയത്ത് കോൺഫിഡൻസ് തീരെ ഇല്ലാത്ത ആളുകളായിട്ട് ഷോർട്ട് ടെമ്പേർഡായി പെരുമാറും. ഇത്തരത്തിൽ കെമിക്കൽ റിയാക്ഷൻ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസ് എന്ത് ചെയ്യും, നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കേണ്ടതാണ്. തൈറോക്സിൻ കൺട്രോൾ റേറ്റ് ഓഫ് ഗ്രോത്ത്. തൈറോക്സിൻ നമ്മുടെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദ ഗ്ലാൻസ് is underactive. When the glands is underactive, the individual become lethargic, that means lazy or despondent. നമ്മുടെ ഗ്ലാൻഡുകളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ലേസി ആയി പോകും. അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് പെട്ടെന്നൊരു സാഡ്നെസ്, എന്താണെന്ന് അറിയാത്തൊരു സങ്കടം, അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണോ? നമുക്ക് ഭയങ്കര ഒന്നിനും മൂടില്ല. പക്ഷെ പ്രത്യേകിച്ച് കാരണം എന്താ വെച്ചാൽ ഇല്ല. അപ്പൊ നമുക്ക് ചുറ്റുപാടിൽ എവിടെയും ഒരു മാറ്റമില്ല. പക്ഷെ നമുക്കൊരു സങ്കടം പോലെ, അല്ലെങ്കിൽ ഒരു മൂഡില്ലാത്തൊരവസ്ഥ പോലെ, ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥ ഏതായാലും ഫീൽ ചെയ്തോ ആർക്കെങ്കിലും? അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെന്ത് റെസ്പോണ്ട് ചെയ്യേ. ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായോ? എനിക്ക് ഇന്ന് ഒന്നിനും മൂടില്ല, ഒരു കാര്യം ചെയ്യാനും എനിക്കൊന്നും മൂടില്ല, അങ്ങനത്തെ അവസ്ഥ. എല്ലാ ദിവസങ്ങളിലും അങ്ങനെ ഒന്നും മൂടില്ലാത്ത അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോ ഇങ്ങനെ ഉണ്ടാവും, വെറുതെ ഇങ്ങനെ സങ്കടം ഫീൽ ചെയ്യുക. എന്നാൽ സങ്കടപ്പെടാൻ വേണ്ട പ്രത്യേക സന്ദർഭങ്ങളൊന്നുമില്ല, ഈ സങ്കടം വരിക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടുകളുടെ ഒക്കെ പ്രശ്നങ്ങളാണെന്നാണ് ചുരുക്കി പറഞ്ഞാല്. Then if the gland is overactive, the individual become restless, irritable and unstable. നമ്മൾ ശരീരത്തിനുള്ളിലെ ഗ്ലാൻഡുകളുടെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള തൈറോക്സിന്റെയോ അത്തരത്തിലുള്ള എന്തെങ്കിലും കെമിക്കൽ ബോണ്ട് സബ്സ്റ്റൻസിന്റെ ഒക്കെ ആബ്സെൻസോ അതല്ലെങ്കിൽ ഓവർ പ്രൊഡക്ഷനോ ഒക്കെ നമ്മുടെ സ്വഭാവത്തെ ബാധിക്കുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് കാൽസ്യം സാൾട്ട്. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് കാൽസ്യം സാൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സമയത്ത് this gland is underactive, the individual become excessive high at activity level. അപ്പൊ ഈ പാരാതൈറോയിഡ് ഗ്ലാൻഡിന്റെ കുറവ്, അത് അണ്ടർ ആക്റ്റീവ് ആണെങ്കിൽ, അത് കൃത്യമായി പ്രവർത്തിക്കില്ലെങ്കിൽ ദ ഇൻഡിവിജ്വൽ ബിക്കം എക്സസീവ്ലി ഹൈ അറ്റ് ആക്ടിവിറ്റി ലെവൽ. ഭയങ്കരമായ ഒരു എന്താ പറയാ, ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആകുന്ന ഒരു അവസ്ഥ. then the gland is overactive, the individual become quiet and slow in activities. ഈ പാരാതൈറോയിഡ് ഗ്ലാൻഡ് അത് വളരെ കൂടുതലാണെങ്കിൽ, ഓവറായി നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഭയങ്കരമായി ക്വയറ്റ് ആവും, ഭയങ്കരമായി സ്ലോ ആവും, ഭയങ്കരമായി കാമാവും. അഥവാ എന്താ പറ്റി, ഇങ്ങനെയൊന്നുമല്ലല്ലോ, ഭയങ്കര ആക്റ്റീവ് നടക്കുന്ന ആളല്ലേ എന്നൊക്കെ സംസാരിക്കേണ്ടി വരും. ചില സമയത്തോ ഭയങ്കര തീരെ ആക്റ്റീവ് അല്ലാത്ത ആള് ഭയങ്കരമായി സംസാരിക്കുന്നു, ഭയങ്കരമായി ആക്റ്റീവ് ആക്കുന്നു, അങ്ങനെയൊക്കെയുള്ള. അതുപോലത്തെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ദ സെക്സ് ഗ്ലാൻഡ്, ദ അഡ്രിനാലിൻ ഗ്ലാൻഡ് അഫക്ട് ദ ബിഹേവിയർ. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഗ്ലാൻഡുകളും നമ്മുടെ ശരീരത്തെ
നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നെർവസ് സിസ്റ്റം, നമ്മുടെ സെൻസറി ഓർഗൻസ് ഡിപ്പെൻഡ് അപ്പോൺ ദ നെർവസ് സിസ്റ്റം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആണ്. സോ സെൻസറി ഓർഗൻസ് ആർ ഗേറ്റ് വേസ് ഓഫ് നോളജ്. നമുക്കറിയാം ഏതൊരു നോളജും നമുക്ക് കിട്ടുക 5 സെൻസിലൂടെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു നെർവസ് സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമ്മുടെ സെൻസ് ഓർഗൻസ് കൃത്യമായി പ്രവർത്തിക്കൂല. സെൻസ് ഓർഗൻസ് കൃത്യമായി പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യൂല, കൃത്യമായി നോളജ് ഉണ്ടാക്കാനോ നോളജ് അത് വെച്ചിട്ട് നമ്മുടെ തിരിച്ചറിവ് വെച്ച ഒരാളോട് ബിഹേവ് ചെയ്യാനോ പറ്റൂല. സോ ദ നെർവസ് സിസ്റ്റം കൺട്രോൾ ദ ഇന്റലക്ച്വൽ എഫിഷ്യൻസി, ഫിസിക്കൽ പവർ, പേഷ്യൻസ്, ദ ക്വിക്നെസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എക്സെട്ര. വ്യത്യസ്തമായ നമ്മുടെ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സിനെ കൺട്രോൾ ചെയ്യുന്നത് നെർവസ് സിസ്റ്റം ആണ്. സോ ഈ നെർവസ് സിസ്റ്റം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സോ ഫിസിക്, കെമിക് ആൻഡ് നെർവസ് സിസ്റ്റം ആണ് ഒന്നാമത്തെ ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ പറഞ്ഞത്. ഇനി 2 സോഷ്യൽ ഫാക്ടേഴ്സ് ആണ്. സാമൂഹികമായ ഘടകങ്ങൾ നമ്മുടെ സ്വഭാവത്തെ ബാധിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുമോ? ഒന്ന് വീട്ടിലെ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കും. പാരന്റൽ ആറ്റിറ്റ്യൂഡ് ടുവേർഡ് ദെയർ ചിൽഡ്രൻ, അല്ലെ? പലതരം പാരന്റിങ് കിട്ടണോള് വ്യത്യസ്തമായ പാരന്റിങ് കിട്ടിയിട്ടുണ്ടോ? അറിയാം, അങ്ങനെ എടുത്തു പറയാനൊന്നും അറിയില്ല സർ. അതോറിറ്റേറ്റീവ്, അതോറിറ്റേറിയൻ, ലേസസ് ഫെയർ, അതുപോലെ തന്നെ ഹെലികോപ്റ്റർ പാരന്റിങ്. ഓക്കെ, ഈ പാരന്റിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഫോം ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഇത് ഈ വോയിസ് കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇഫ് യു ആർ എ പാരന്റ് or if you want to be a parent, you should concern or you should mind your personality or your type of personality, your type of parenting. So parenting നെ ബേസ് ചെയ്തിട്ടാണ് ആക്ച്വലി പേഴ്സണാലിറ്റി ഫോം ചെയ്യപ്പെടുക എന്നുള്ളതാണ് പ്രത്യേകം ഒന്ന് ഓർക്കുക. ആൻഡ് ഓവർ അംബിഷ്യസ് പാരന്റ്സ് ഉണ്ട്, അത് ഡേഞ്ചർ ആണോ? അതല്ല, ഭയങ്കര സപ്പോർട്ട്. ഓവർ അംബിഷ്യസ് പാരന്റ്സ് കുട്ടികൾക്ക് നല്ല ഗുണമാണോ ദോഷമാണോ? ദോഷമാണ് അല്ലേ? തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറയുന്നല്ലേ. അതുപോലെ തന്നെ പാരന്റൽ പ്രിഫറൻസ് ഓൺ ദ സെക്സ് ഓഫ് ദ ചൈൽഡ്. ആൺകുട്ടിക്ക് ഒരു പരിഗണന, പെൺകുട്ടിക്ക് വേറെ പരിഗണന കൊടുക്കാറില്ലേ? ശരിയല്ല. അത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഉണ്ടാവും അല്ലെ? പെൺകുട്ടികൾ നമ്മൾ കുറച്ചധികം കെയർ കൊടുക്കും, അതും നെഗറ്റീവാണ്. ആൺകുട്ടികൾക്കാണെങ്കിൽ കുറച്ചധികം നമ്മൾ ഫിനാൻഷ്യൽ സപ്പോർട്ടും അല്ലെങ്കിൽ ഫ്രീഡം കൊടുക്കും, അതും എന്ത് ചെയ്യും? ഇതൊക്കെ നമ്മളെ ബിഹേവിയറിനെ ബാധിക്കുന്ന ഘടകങ്ങളാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റെപ്പ് പാരന്റ്സ് ഉണ്ടാവില്ലേ? നമ്മളെ ഫാദർ മരിച്ചിട്ടോ അല്ലെങ്കിൽ മദർ മരിച്ചിട്ടോ വേറെ കല്യാണം കഴിച്ചിട്ട് നമ്മള് അല്ലെ, അതും പേഴ്സണാലിറ്റിയെ ബാധിക്കും പറയുന്നുണ്ട്. അതുപോലെ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ദ ഫാമിലി. നമ്മുടെ കുടുംബത്തില് ഒരു കുട്ടി അല്ലെങ്കിൽ 3 കുട്ടികൾ, ഒരു 7 കുട്ടികൾ അല്ലെങ്കിൽ 10+ കുട്ടികൾ, ഇത് ഈ നമ്മുടെ കുട്ടികളെ സ്വഭാവത്തിനെ ബാധിക്കുന്ന പറയുന്നത്. ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി എങ്ങനെ വളരാം? അഡ്ജസ്റ്റ്, ഒരു കുട്ടിയായി ജനിച്ച വളർന്നൊരു കുട്ടിക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ക്വാളിറ്റി കുറവായിരിക്കും, കൂടുതലായിരിക്കും? എക്സ്പെക്ടേഷൻ ഫ്രം അതേഴ്സ് കുറവായിരിക്കും, കൂടുതലായിരിക്കും? കൂടുതലായിരിക്കും. അഡ്ജസ്റ്റ്മെന്റ് കുറവായിരിക്കും, കൂടുതലായിരിക്കും? കുറവായിരിക്കും. 10 കുട്ടികളുള്ള ഒരു പാരന്റ്സ് അല്ലെങ്കിൽ മക്കൾക്കിടയിൽ വളർന്നൊരു കുട്ടിന്റെ അവരെ സംബന്ധിച്ച് സെൽഫ് എസ്റ്റീം കൂടുതലായിരിക്കും, കുറവായിരിക്കും? കുറവായിരിക്കും. സെൽഫ് എസ്റ്റീം സെൽഫ് എസ്റ്റീമിനെ സംബന്ധിച്ച് വെച്ചാല് അത് അവന്റെ പേഴ്സണാലിറ്റിയാണ് ആക്ച്വലി. അല്ലെങ്കിൽ അത് ഒരു കുട്ടിയാണെങ്കിലും 10 കുട്ടിയാണെങ്കിലും ഒക്കെ അവർക്ക് ബിൽഡപ്പ് ചെയ്ത് എടുക്കാം. കുറവായിരിക്കും കൂടുതലായിരിക്കും വെച്ചാൽ കൃത്യമായ ആൻസർ പറയാന്നുള്ളത് കുറച്ചൊരു ടാസ്ക് ആണ്. അഡ്ജസ്റ്റ്മെന്റ് കുറവായിരിക്കും കൂടുതലായിരിക്കും വെച്ചാൽ കൂടുതലായിരിക്കും അല്ലെ? അതുപോലെ അണ്ടർസ്റ്റാൻഡിങ്, എമ്പതി എന്നുണ്ടെങ്കിൽ കുറെ അടിയിൽ കുറെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യണം. സേഫ്റ്റി ഒക്കെ ഉണ്ട്, ഷെയർ ചെയ്ത് പോകും അല്ലെ? അത് അത്രയും കണ്ട് ഒറ്റ കുട്ടി ഉണ്ടാവുന്ന അത്രയും അതൊക്കെ ശരിയാണെങ്കിലും ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചതേ. ഇല്ല, എത്ര സിബ്ലിങ്സ് ആയിരുന്നു? അതാണ്. ആരെങ്കിലും ഒന്ന് ഗസ് ചെയ്യ്. ഒറ്റയ്ക്കാണോ അതോ സിബ്ലിങ്സ് ഉണ്ട് എന്നാണോ? സിബ്ലിങ്സ് ഉണ്ട്. 3 ആള്
നോ, 5. don't underestimate my father. ഞാൻ മെസ്സിന്റെ നമ്പറാണ്. ആരോ 9 പറഞ്ഞു, 3 പറഞ്ഞു, 12 പറഞ്ഞു, ഒക്കെ തെറ്റാ. 10. ഞാനതല്ല ഉദാഹരണത്തിന് 10 എടുത്തേ. അപ്പൊ ഞാൻ ആലോചിക്കുന്നേ 10 കുട്ടികളുണ്ടായപ്പോ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇങ്ങനെയില്ല. അപ്പം സെൽഫ് എസ്റ്റീം കുറയും പറഞ്ഞപ്പോഴേ ഞാൻ ഇതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നോക്കിയതാ. അതുപോലെ ഒരു കുട്ടിയാന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എല്ലാതും നമ്മളെ വീട്ടിൽ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് എല്ലാ സ്വഭാവം ബിൽഡ് ചെയ്ത് വരിക. ഈ പറഞ്ഞാൽ ഒരു കുട്ടിയാണോ അതല്ല ഈ പറഞ്ഞാൽ ഒരു കുട്ടിയാണോ? രണ്ടും ഒന്നാണ്. എങ്ങനെ? രണ്ടും ഒന്നാണ്. എനിക്കൊരു കുട്ടിയാണ്, ഞാനും ഒരു കുട്ടിയാണ്. ആ അതാണേ. അപ്പൊ ഒന്നാണെങ്കിൽ ഒലക്കമ്മട്ട് തന്നാൽ ഒലക്കൂടെ എടുക്കണമെന്ന്. ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞ എനിക്ക് ഇതിന്റെ പേരായിരുന്നു കാണുന്നു കേട്ടോ, അതുകൊണ്ട് ചോദിക്കാണ്. എന്തെങ്കിലും കിട്ടാതെ അഥവാ എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് കിട്ടാതെ നടന്ന് അങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞാൻ ഒരു കുട്ടികളാണ് ചോദിക്കണേ. സിംഗിൾ ചൈൽഡ് വന്ന ആരോ നേരത്തെ പറഞ്ഞില്ലേ, ആരായിരുന്നു? അത് ആരായിരുന്നു ആള്? മനസ്സിലായില്ല. അതിനാണ് ഒരു കുട്ടികള്. ഒരു കുട്ടിയാണെന്ന് പറഞ്ഞാൽ അതിലാണോ? അതിൽ ചോദിക്കുക, അതിലേക്ക് കുറെ ആഗ്രഹിച്ച് കിട്ടാതെ പോയ സംഭവങ്ങളുണ്ടോ കുട്ടിക്കാലത്ത്? ഒരുപാടുണ്ട്. ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ നല്ല അർജന്റായി പോണ സമയത്ത് മുന്നിൽ 1-2 ആളുകൾ ഉണ്ടാവും. അങ്ങനെ വെയിറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊക്കെ വന്നിട്ടുണ്ടോ? വീട്ടിൽ ഉണ്ടാവില്ല. പിന്നെ ഒരു സാധനം വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിനെ 10 കഷ്ണങ്ങളാക്കി മുറിച്ച് അല്ലെങ്കിൽ കുറെ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിന്റെ ഒരു ചെറിയ കഷ്ണം കഴിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു കുട്ടിയുള്ള ആളുകൾക്ക് 10 കുട്ടികളുടെ വേദന മനസ്സിലാവില്ല. ഇതൊക്കെ ആദ്യം എന്നോടാ മുട്ടാ വരുന്നത്. ഏതായാലും രണ്ട് ഡിഫറെന്റ് എക്സ്പീരിയൻസസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇനി പിന്നെ നമ്പർ ഓഫ് ചിൽഡ്രൻ കുട്ടികളുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കും. എഡ്യൂക്കേഷണൽ ആൻഡ് സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ് ഓഫ് പാരന്റ്സ്, അല്ലെ? പാരന്റ്സിന്റെ ഒരു എഡ്യൂക്കേഷൻ അത് കുട്ടികളെ ബാധിക്കുന്ന പറയണേ. ബാധിക്കുവോ? അവര് നമുക്ക് നല്ല എഡ്യൂക്കേഷൻ തരൂലേ? ഓക്കെ, വേറെ എന്തൊക്കെ പറയണ്ടത്. Then other factors at home, breastfeeding versus bottle feeding. ബോട്ടിൽ ഫീഡ് ചെയ്താല് കുട്ടികളുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുവോ? ബാധിക്കൂല. ബോണ്ടിങ് മാത്രല്ല, ആ കുട്ടി ഫീൽ ചെയ്യുന്ന ആ കുട്ടി പാൽ കുടിച്ചോണ്ട് നിൽക്കുമ്പോ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്, ആ ഒരു കെയർ ഉണ്ട്. സോ ദർ ഇസ് എ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ മദർ ആൻഡ് ദ ചൈൽഡ്. കുറെ സംഭവങ്ങളുണ്ട്. ഞാനിപ്പോ പറഞ്ഞാൽ ഇതിങ്ങനെ കൂടി പോകുന്നതുകൊണ്ട് തൽക്കാലം അത് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് ബെറ്റർ, അല്ലെങ്കിൽ അത് തന്നെയാണ് കൊടുക്കേണ്ടത്. ബോട്ടിൽ ഫീഡിങ്ങിൽ പേഴ്സണാലിറ്റി ഡിഫറൻസസ് ഉണ്ടാകും. ഓക്കെ. അതുപോലെ തന്നെ ഏർലി വേഴ്സസ് ലേറ്റ് വീനിങ്, സിവിയർ വേഴ്സസ് പെർമിസീവ് ടോയ്ലറ്റ് ട്രെയിനിങ്, അതുപോലെ അതോറിറ്റേറിയൻ വേഴ്സസ് ഡെമോക്രാറ്റിക് പാരന്റിങ്. ഇങ്ങനെ നമ്മൾ ഓരോരോ സോറി കൈയറ്റി പോയതാട്ടോ. ഓക്കെ, പറയാം. ഇതില്ലേ ഇപ്പോ ഇതിൽ ഓരോരോ ഫാക്ടേഴ്സും, ഒരു സെക്കൻഡ് പറയാം. ഇതിൽ ഓരോരോ ഫാക്ടേഴ്സും നമ്മളെ കുട്ടീനെ ഡയറക്റ്റ് എല്ലാവരും ബാധിച്ചോളുന്നില്ല, എന്നാൽ ബാധിക്കും അല്ലെങ്കിൽ ബാധിച്ചേക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അതുകൊണ്ട് തന്നെ എന്താ പറയാ, എപ്പോഴും അല്ലെങ്കിൽ എല്ലാവരിലും അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് എന്ത് ചെയ്യരുത്, നമ്മൾ കാണരുത്.
റൈറ്റ്. പിന്നെ ഇതില് പിന്നെ ഏർലി ഓർ ലേറ്റ് വീനിങ്, നമ്മുടെ ഈ ഇതുണ്ടല്ലോ ജനനം, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഇമോഷണലി ഒക്കെ നമ്മളുടെ ആ ഒരു പിന്നെ എന്താ പറയാ വളരുന്ന സംഭവങ്ങള്, അതിനൊക്കെ ഈ ഒരു എന്ത് ചെയ്യും, ഈ ഒരു പിന്നെ ഫാക്ടേഴ്സ് ബാധിക്കും. പിന്നെ ഇതില് ഏർലി ആൻഡ് ലേറ്റ് വീനിങ്, നമ്മുടെ ഇതില്ലേ പാലുകുടി, ഈ പാലുടി നിർത്തൂല കുട്ടികളുടെ, ബ്രസ്റ്റ് ഫീഡിങ് നിർത്തൂലേ, അതിന്റെ ഒരു ഏജ് എപ്പോഴാ? അതാണ് വീനിങ്. 2 വയസ്സ്. 2 വയസ്സാണ് ഒരു ഐഡിയൽ, 2.5 വരെയൊക്കെ ആവാം. ഈ 6 മാസമൊക്കെ ആവുമ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുന്ന കുട്ടികളോ, അല്ലെങ്കിൽ ഇപ്പൊ താഴെ പെട്ടെന്ന് കുട്ടി ഉണ്ടായി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാലൊക്കെ നിർത്തുന്ന ആളുകളുണ്ട്. അപ്പം അതാ കുട്ടിനെ ബാധിക്കുന്ന പറയുന്നത് കേട്ടോ. ഓവറാവും വേണ്ട, എന്നാൽ വളരെ മുന്നേ നിർത്തുകയും ചെയ്യരുത്. അതുപോലെ തന്നെ എന്താ ആ കുട്ടികൾക്ക് കൊടുക്കുന്ന ടോയ്ലറ്റ് ട്രെയിനിങ്, അതില് ഭയങ്കര ഹാർഡായി ചെയ്യരുത്, അല്ലെങ്കിൽ മറ്റേ ഏർലി ആവും ചെയ്യരുത്, മറ്റേ ലേറ്റ് ആവും ചെയ്യരുത്. 2 വയസ്സൊക്കെയാണ് അതിന്റെ ഒരു ഐഡിയൽ ടൈം പറയാം കേട്ടോ. 2 വയസ്സൊന്നുമില്ല, 1.5 വയസ്സ് 2 വയസ്സ് ആ ഒരു സമയത്തൊക്കെ. പിന്നെ അതോറിറ്റേറിയൻ ആൻഡ് ഡെമോക്രാറ്റിക് പാരന്റിങ് ഉണ്ട്. എല്ലാതും പാരന്റ്സാണ് തീരുമാനിക്കും. കുട്ടികൾക്ക് ഒരു ഫ്രീഡം ഉണ്ടാവില്ല, കുട്ടികളുടെ ഒരു കാര്യം പോലും തീരുമാനിച്ചിട്ടുണ്ടാവില്ല. അത്തരം കുട്ടികളുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ പെങ്ങളുണ്ട്, അവൾക്ക് ഒരൊറ്റ ആൺകുട്ടിയാണ്. ഓനെ തീരെ സമ്മതിക്കില്ല. എവിടേക്ക് തീരണമെങ്കിലും അവൾ എന്ത് ചെയ്യണം, പെർമിഷൻ കൊടുക്കണം, അല്ലെങ്കിൽ അവളാണ് അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുക. അങ്ങനെ വളർത്തി കഴിഞ്ഞ് 18 വയസ്സ് കഴിഞ്ഞപ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ, ഇവന് സ്വന്തമായിട്ടൊരു ഭാഗത്തേക്ക് പോകാൻ കഴിയില്ല. അവിടെ ഒന്നുകിലും അവന്റെ മദറോന് കൂടെ വേണം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് വിളിച്ച് മദറോട് ചോദിക്കും ഇവിടെ എന്താ ചെയ്യണ്ടേന്ന്. സാധാരണ നമ്മൾ 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളെല്ലാം സ്വന്തം ചെയ്യൂലേ, ഒരു മുടിയിട്ടാൻ പോലും ഒറ്റയ്ക്ക് പോകാത്ത അവസ്ഥ. എന്നാൽ വേറൊരു പ്രശ്നമില്ല, പക്ഷെ അതോറിറ്റേറിയൻ പാരന്റിങ്ങിന്റെ റിസൾട്ടാണ്. അതുകൊണ്ട് ആരെങ്കിലും ഭയങ്കര ഓവറായി കൺട്രോൾ ചെയ്ത് കുട്ടിയെ വളർത്തുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക, അവരെന്ത് ചെയ്യും, കഴിവ് കെട്ടവരായി വളരും. ഓക്കെ, നിങ്ങൾക്ക് ആർക്കും വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ അങ്ങനെ? എക്സ്പീരിയൻസ് ഉണ്ടോ? ഇതുപോലെ കേസുകൾ രണ്ട് നാട്ടില് സ്കൂളാണ്. കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ടാവും, അതാ പറയാൻ കാരണം. നമ്മൾ ഓവർ സ്ട്രിക്റ്റ് ആക്കും ചെയ്യരുത്. ഇനി ഈ ഓവർ ഫ്രീഡം കൊടുത്താലും പ്രശ്നമാണ്. രണ്ടിനും ഇതിനൊക്കെ ഒരു മിതത്വം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതാണ് കീപ്പ് ചെയ്യേണ്ടത്. പിന്നെ സോഷ്യൽ ഫാക്ടേഴ്സിൽ 2 സ്കൂളാണ്. പേഴ്സണാലിറ്റി ഓഫ് ദ ടീച്ചേഴ്സ് കുട്ടികളെ ബാധിക്കും. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ഫോർ വേരിയസ് കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. ഒരുപാട് വ്യത്യസ്തമായ ഓപ്പർച്യൂണിറ്റീസ് ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് അതനുസരിച്ച് നല്ല പേഴ്സണാലിറ്റി ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ ഡിസിപ്ലിൻ ഓഫ് ദി സ്കൂൾ, സ്കൂളിന് മൊത്തമായിട്ട് ഡിസിപ്ലിൻ ഉണ്ടാവും അല്ലെ. നമ്മൾ ചില സ്കൂളിനെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ അവിടെ നല്ല ഡിസിപ്ലിൻ ആണ്, അവിടെ നല്ല കൾച്ചറാണ് എന്നൊക്കെ പറയാറുണ്ട്. സോ അത്തരത്തിൽ നല്ല ഡിസിപ്ലിൻഡ് ആയ സ്കൂൾ പഠിക്കുകയാണെങ്കിൽ പൊതുവെ നമ്മുടെ കുട്ടികൾക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ സ്കൂൾ ആൻഡ് ദ ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. സ്കൂളിന്റെ സൈസ് കൂടുന്നത് അല്ലെങ്കിൽ കുട്ടികളുടെ എണ്ണം കൂടുന്നതാണോ കുറയേണ്ടതാണോ നമ്മുടെ കുട്ടികൾക്ക് നല്ലത്? കുറഞ്ഞ എന്താ മെച്ചം? എന്തോ പറ്റ കുറവാണ് കുട്ടികളുടെ എണ്ണം വെച്ചാലും കറക്റ്റ് ക്യാരക്ടർ ഫോം ചെയ്യാൻ നല്ല കോർപ്പറേഷൻ ഉണ്ടാവില്ല, ബുദ്ധിമുട്ട് പറ്റ പറയാൻ പാടില്ല. മീൻസ് ഒരു ക്ലാസ്സിൽ 30 കുട്ടികൾ, അങ്ങനത്തെ 1, 2, 3 ഡിവിഷൻസ് ഉള്ള സ്കൂളൊക്കെ വേണം. അതിനനുസരിച്ച് ടീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ. പക്ഷെ നമ്മളൊരു മൊത്തം സ്കൂളിൽ 50 കുട്ടികളുള്ളൂ, അങ്ങനത്തെ വളരെ കുറഞ്ഞ സ്കൂളുകളാണെങ്കിൽ അത് കുട്ടികളെ ബാധിക്കും. അപ്പൊ അത്തരം സ്കൂളിനൊക്കെ നല്ലത് കുറച്ചുകൂടി ക്രൗഡഡ് ആയിട്ടുള്ള സ്കൂളാണ്. പക്ഷെ 2500, 3000 കുട്ടികളൊക്കെ ആണെങ്കിൽ അവിടെ ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. ഓക്കെ, ദെൻ 3 കൾച്ചർ. ആക്ച്വലി എന്താണ് കൾച്ചർ? സംസ്കാരം എന്ന വാക്കിന് അർത്ഥം എന്താ, അല്ലെങ്കിൽ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിലെല്ലാതും പെടും. നമ്മളുടെ ഡ്രസ്സിങ്, ഫുഡ് ഹാബിറ്റ്, നമ്മളുടെ
പെരുമാറ്റം, നമ്മളുടെ ലാംഗ്വേജ്, അഥവാ നമ്മൾ ഉപയോഗിക്കുന്ന പേന വരെ പെടും. നമ്മൾ സെലക്ട് ചെയ്ത ഒരു കളർ വരെ പെടും. ഓക്കെ. ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ്, സോഷ്യൽ ഏജൻസി എന്നൊക്കെ പറയുന്നുണ്ട്. അഥവാ സോഷ്യൽ സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യും, കൾച്ചറിനെ ബാധിക്കും എന്നുള്ളതാണ്. സോഷ്യലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുകയാണ് കൾച്ചർ ചേഞ്ച് ചെയ്യാൻ. ഇപ്പൊ സോഷ്യൽ ഏജൻസീസ്, നമ്മുടെ മാരേജ് അല്ലെങ്കിൽ ഫാമിലി, അതല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകൾ, അതല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമുകൾ, അതൊക്കെ കൾച്ചറെ ബാധിക്കും. ദെൻ ബിലീഫ്സ് ആൻഡ് കസ്റ്റംസ്, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ നമ്മുടെ കൾച്ചറെ ബാധിക്കും. ആൻഡ് ജോഗ്രഫിക്കൽ എൻവയോൺമെന്റ്, ജിയോഗ്രഫിയും കൾച്ചറും തമ്മിൽ ബന്ധമുണ്ടോ? നമ്മൾ ജീവിക്കുന്ന ജിയോഗ്രഫിക്കൽ എൻവയോൺമെന്റും കൾച്ചറും തമ്മിൽ വ്യത്യാസമുണ്ടോ, അല്ല ബന്ധമുണ്ടോ? ഉണ്ട് സർ. എന്ത്? ഇപ്പോ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ ചോള നായിക്ക വിഭാഗല്ലേ, ഇപ്പോ അവസാനം ആ ഗുഹയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നവര് അവരുടെ കൾച്ചർ ഫോം ചെയ്തത് അവർ അങ്ങനത്തെ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ താമസിക്കുന്നത് കൊണ്ടാണല്ലോ. പറഞ്ഞപ്പോഴാണ് ഈ ആദിവാസി ഊരുകളില്ലേ, ആദിവാസി ഊരുകളെ എന്താ വിളിക്കുന്ന പേരെന്താ പറയുന്നത്? ഊരുന്നല്ലേ? അല്ല, വേറൊരു വാക്കുണ്ട്. അവരെ പറയപ്പെടുന്നത് ഉന്നതി എന്നാണ്. ഉന്നതി. പഠിച്ച് ഉന്നതിയിൽ എത്ര കേട്ടിട്ടില്ലേ? ഈ ഒരു പേരിൽ എന്തോ ഒരു സർക്കാർ പദ്ധതി ഉണ്ട് തോന്നുന്നു അവർക്ക്. ഉണ്ടാവും. സർക്കാരിന്റെ ഇട്ട പുതിയ പേരാണ് ഉന്നതി ഉള്ളത്. സർക്കാർ ഇതിൽ അവരറിയപ്പെടുന്ന പേരാണ്. ഓക്കെ. അപ്പൊ ജിയോഗ്രഫിക്കൽ എൻവയോൺമെന്റിലെ പണ്ട് ഞങ്ങൾക്കൊരു ഞങ്ങളുടെ സുഹൃത്തുണ്ടായിരുന്നു. ആള് നിലമ്പൂര് കാട്ടിലാണ് താമസം. ബാബു എന്നൊക്കെയാണ് പേര്. ആളുടെ ഫാമിലി, ആള് നാട്ടിൽ പണിക്കാൻ വരും. നാട്ടിൽ ഓരോ ജോലികൾക്കൊക്കെ വരും. അങ്ങനെ ഏതൊരു നാട്ടിലാണ് ജോലി. അപ്പൊ കുടുംബത്തെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഇങ്ങനെ വൈഫ് 2 പെൺകുട്ടികളാണ് ഉപരിക്കുള്ളത്. അവരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു 10-15 ദിവസമൊക്കെ നിന്നു. പിന്നെ ഓല് പറഞ്ഞു ഞങ്ങൾ നാട്ടിൽ തന്നെ പോകണം. എന്താ സംഭവിച്ചാലേ, ആ കുട്ടികൾക്ക് ഇവിടെ കുറെ വണ്ടി, ഒച്ചപ്പാട്, ആൾക്കാര്, ഇതൊന്നും അങ്ങോട്ട് അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കാട്ടു പോകണം എന്ന് പറയാത്ര കുട്ടികൾ. കാരണം അവരുടെ കൾച്ചർ ഈ പറഞ്ഞ പോലെ അവിടുത്തെ കാടും ആ ചുറ്റുപാടും കുറച്ച് ആളുകളും ബാക്കിയുള്ള ഫുള്ള് വന്യതയുമായിട്ട് ബന്ധപ്പെട്ട് ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം 2 ബയോളജിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, ഇനി സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. സൈക്കോളജിക്കലി ഒരാളുടെ ഇന്റലിജൻസ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. മോട്ടിവേഷൻ, നമ്മൾ ലെസ് മോട്ടിവേറ്റഡ് ആണോ ഹൈ മോട്ടിവേറ്റഡ് ആണോ എന്നുള്ളത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. അതുപോലെ ആറ്റിറ്റ്യൂഡ് അല്ലെ, ഓരോന്നിനോടും നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ സമീപനങ്ങൾ, നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ്, ഇമോഷണൽ കൺട്രോൾ, ഇമോഷണൽ ബാലൻസ് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. ആൻഡ് ഇൻട്രസ്റ്റ്, എല്ലാത്തിനും നമുക്ക് ഇൻട്രസ്റ്റ് വേണമല്ലോ. സോ ആ ഇൻട്രസ്റ്റ് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. ഈ പറഞ്ഞ ഇമോഷണൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എല്ലാം ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഇനി തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. കുറച്ചുകൂടി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം 2 സെഷനായിട്ട് നമ്മൾ എടുക്കാം കേട്ടോ. തിയറീസ് ഓഫ് പേഴ്സണാലിറ്റിയിൽ 3 തരം പേഴ്സണാലിറ്റി തിയറീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ടൈപ്പ് തിയറി, അഥവാ മനുഷ്യന്മാരുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് പല ടൈപ്പുകളാക്കി മാറ്റുക. രണ്ട് ട്രേറ്റ് അപ്രോച്ച് തിയറിയാണ്. ഇത് നമ്മുടെ ട്രേറ്റുകൾ. എന്താ ട്രേറ്റ് എന്ന അർത്ഥം? മൂല്യം, നമ്മുടെ ക്വാളിറ്റീസ്, നമ്മുടെ കഴിവുകൾ എന്നൊക്കെ പറയാം. ആൻഡ് അതിന്റെ ഒരു മലയാളം എന്നുള്ളവർക്ക് പറയാം, മനസ്സിലാൻ വേണ്ടി പറയാം. ദെൻ ട്രേറ്റ് കം ട്രേറ്റ് അപ്രോച്ച്, അഥവാ നമ്മുടെ പേഴ്സണാലിറ്റി ടൈപ്പും ട്രേറ്റും രണ്ടും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി തിയറി. അങ്ങനെ 3 തരം തിയറികൾ എന്ന് പറയുന്നത് ടൈപ്പ് അപ്രോച്ച്, ട്രേറ്റ് അപ്രോച്ച്, ടൈപ്പ് കം ട്രേറ്റ്. ഓക്കെ, 2 വാക്ക് പഠിച്ചാൽ മതി. ടൈപ്പ് ട്രേറ്റ് 2 പഠിച്ചാൽ മതി. ആദ്യം ടൈപ്പ്, പിന്നെ ട്രേറ്റ്, പിന്നെ രണ്ടും കൂടിയത് ടൈപ്പ് കം ട്രേറ്റ്. ഗാലൻസ് ക്ലാസിഫിക്കേഷൻ ആണ്, ടൈപ്പ് ആണ് ആക്ച്വലി. ഗാലൻ ക്ലാസിഫൈഡ് പീപ്പിൾ ഇൻ ടു 4 ടൈപ്സ് അക്കോർഡിംഗ് ടു ദെയർ ടെമ്പറമെന്റ്. ഓരോരുത്തരുടെ സ്വഭാവം വെച്ചിട്ടേ 4 തരം ആളുകൾ ഉണ്ടെന്നാണ് ഗാലൻ പറഞ്ഞു വെച്ചത്. അതിന്റെ
വലിയൊരു എക്സ്പ്ലനേഷൻ ബുക്കിൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ജസ്റ്റ് ആ പേര് മാത്രമേ ഉള്ളൂ. ഓക്കെ. കൊളറിക് എന്നുള്ളതാണ് ഇറിറ്റബിൾ, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഇറിറ്റേറ്റഡ് ആകുന്ന ആളുകളായിരിക്കും കൊളറിക്. 2 മെലങ്കളിക് ആണ്, ഒരെപ്പോഴും ഒരു സാഡ് മെലങ്കളി കേട്ടില്ലേ പാട്ടിലൊക്കെ മെലങ്കളിക് സോങ്സ് ഉണ്ട്. സോ ഭയങ്കര സാഡായി നിൽക്കുന്ന ആളുകളാണ്. 3 ഫ്ലെഗ്മാറ്റിക് അഥവാ സ്ലീപ്പി, ഒന്നിനും താല്പര്യമില്ലാതെ ഉറക്കം തൂങ്ങികൾ എന്ന് മലയാളത്തിൽ പറയുന്ന തരം ആളുകള്. 4 സാങ്ക്വിൻ അഥവാ സ്മൈലിംഗ്, പ്ലസന്റ് ആയിട്ട് എപ്പോഴും നല്ല ഇങ്ങനെ ചിരിച്ച് എല്ലാവരെയും ഫേസ് ചെയ്യുന്ന തരം ആളുകൾ. ഇതിലിപ്പോ ഏതാണിപ്പോ നമ്മൾ ആരെങ്കിലും ഒക്കെ ഉള്ളത്? കൊലേറിക് ആണോ, മെലങ്കളിക് ആണോ, ഫ്ലഗ്മാറ്റിക് ആണോ, സാങ്ക്വിൻ ആണോ? ഞാന് കൃത്യമായി ഇന്നതാണ് എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? സാങ്ക്വിൻ. സാങ്ക്വിൻ ആരാണ്? ആതിരെ ആരാ പറഞ്ഞേ പേര്? ആതിര. ഓക്കെ, നേരിട്ട് കാണുമ്പോ നോക്കട്ടെ, കഴിഞ്ഞിട്ട് ഞാൻ ഗ്രൂപ്പിൽ പറയാം കേട്ടോ സാങ്ക്വിൻ ആണോ എന്നുള്ളത്. അതെ, അല്ല പല ടീച്ചേഴ്സ് എന്റെ അടുത്ത് ക്ലാസ് എടുക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ മുഖത്ത് നോക്കുമ്പോ ഭയങ്കര ഒരു ഇതാണ്, എപ്പോഴും ചിരിച്ചുകൊണ്ടായിരിക്കുന്ന ആ ഒരു ലെവലിൽ പറഞ്ഞതാണ്. അധികം ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. വേറെ ആരുണ്ടോ? ഫ്ലഗ്മാറ്റിക് ആയ ആൾക്കാർ ഇപ്പോ ക്ലാസ് ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. ഓരോട് നമ്മളിത് പറഞ്ഞ കാര്യമില്ല, ഓരോ തുടക്കത്തിൽ കേട്ടിട്ടുണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ഉറങ്ങി പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ടേംസ് നോക്കി വെച്ചോണ്ടു. ഇനി ക്രച്ച്മേഴ്സ് ക്ലാസിഫിക്കേഷൻ ആണ്. ക്രച്ച്മേഴ്സ് എന്ന് പറഞ്ഞു വെച്ചാല് ഈ റെഫേർഡ് 3 broad types of human personality ആണ്. എയ്സെറ്റിക്, പിക്നിക്, അത്ലറ്റിക്, 3 തരം ആളുകൾ ഉണ്ടെന്ന് പറയുന്നത്. എയ്സെറ്റിക് എന്നുള്ള ആളുകളില്ല. ഞാൻ ഈ പറയുമ്പോ ഈ പിന്നെ ഫീച്ചേഴ്സ് വെച്ചിട്ട് ഒരാളെ മനസ്സിൽ കാണും കേട്ടോ. തിന്ന്, ലോങ് ലിംബ്ഡ്, നാരോ ചെസ്റ്റ് അഥവാ എങ്ങനത്തെ ആള്? എങ്ങനത്തെ ആളാ ഇയാള്? തിൻ, ലോങ് ലിംബ്ഡ്, നാരോ ചെസ്റ്റ്. സ്കെൽറ്റ് ആയിട്ടുള്ള നമ്മളെന്താ മലയാളത്തിൽ പറയാ? നമ്മൾ കളിയാക്കി പറയുന്ന പേരെന്താ അങ്ങനത്തെ ആൾക്കാരെ? എങ്ങനെ? ഈർക്കിളി. ഓക്കെ, പറയാറുണ്ട്. പിന്നെ ഈയിടെ നിലമ്പൂര് ഭാഗത്ത് ഈ ചെള്ളി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചെള്ളിച്ചും കൊണ്ടാണ്. തോട്ടി കേട്ടോ നിങ്ങള്? തോട്ടി. ഓ, കേട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ ആൾക്കാർ ടൈറ്റില്ല. ഓക്കെ, റൈറ്റ്. മെലിഞ്ഞ ഉണങ്ങിയും കൊണ്ടുള്ളതൊന്നും കേട്ടിട്ടുണ്ട് തന്നെ. ഓക്കെ, അങ്ങനത്തെ അറിവത്തിലുണ്ടോ? ഈ ക്ലാസ്സിലുണ്ടോ? ഇല്ല അല്ലെ? സോ ഇവര് ഷൈ ആയിരിക്കും പറയുന്നത്. ഇത് തിയറി ഫുള്ള് ശരിയാണെന്നില്ല കേട്ടോ. അങ്ങനത്തെ ആളുകൾ ഉണ്ടായേക്കാം. ഷൈ ആയിരിക്കും, സെൻസിറ്റീവ് ആയിരിക്കും, അലൂഫ്, കുറച്ചൊരു മാറി നിൽക്കണം, വിത്ഡ്രോയിങ്, മറ്റു കൂട്ടത്തിൽ കൂടാതെ ഇങ്ങനെ മാറി നിന്ന് എല്ലാത്തിനോടൊരു പിന്നെ എന്താ പറയാ ഒരു മടി അല്ലെ, ഭയങ്കര സെൻസിറ്റീവായി മാറി നിന്ന് ഒറ്റക്കൊറ്റക്ക് സ്വന്തം കാര്യങ്ങൾ നോക്കി, കൂട്ടത്തിൽ കൂടിയാല് എന്തിനാപ്പോ അങ്ങനൊക്കെ ചിന്തിക്കുന്ന പറയണേ എയ്സെറ്റിക്. ശരിക്കും എയ്സെറ്റിക് എന്ന് പറഞ്ഞാൽ ശരിക്ക് സൗന്ദര്യാത്മകമായ എന്നൊക്കെ അർത്ഥം ഉണ്ടായിട്ടുള്ളത്. ഇത് 2 പിക്നിക് ആണ്. ഷോർട്ട്, ഫാറ്റ്, ബാരൽ ചെസ്റ്റ് അഥവാ എന്താ ഇവരെന്താ പറയല്? ഷോർട്ടാണ്, ഫാറ്റ്, ബാരൽ ചെസ്റ്റ് അഥവാ തടിച്ച. എന്താ വിളിക്ക? എന്താ അവരെ കളിക്ക് വിളിക്കല്? ഞങ്ങള് ഉണ്ടംപൊരി. ഉണ്ടംപൊരി. പിന്നെ വേണ്ട സാർ, വെറുതെ കളിയാക്കുന്ന പോലെയാവും. ഇത് റെക്കോർഡ് ചെയ്യാനുള്ള ക്ലാസ്സല്ലേ. കുഴപ്പമില്ല, നമ്മള് തമാശക്ക് രൂപത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണെന്ന് അതിന്റെ പോസിറ്റീവ് മാത്രം കാണാം. നമ്മളങ്ങനെ ഇത് ജസ്റ്റ് ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് മനസ്സിലുണ്ടാവുക, അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ സൈക്കോളജിക്കലി നമ്മൾ ഏതൊരു ടേം ഉണ്ടല്ലോ, ഇന്നത് ശരി അല്ലെങ്കിൽ ഇന്നതാണ് നല്ലത്, ഇന്നത് ശരിയല്ല എന്നില്ല. നമ്മളൊക്കെ ഇതിന്റെ അണ്ടറിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്ന ആളുകളാണ്. ഓക്കെ, ആര് ഇപ്പൊ ഈ ഒരു ബോഡി ഇതുണ്ടെങ്കിലും എല്ലാ വ്യക്തികളോടും പറയാനുള്ളത്, അപ്പൊ അതിന് പറഞ്ഞപ്പോ ഞാൻ ഒന്നുകൂടി സ്ട്രെസ് ചെയ്യാണ്, ലാസ്റ്റ് പറഞ്ഞു വിചാരിച്ച പോയിന്റ് ആണ്, നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് എന്താണോ ദാറ്റ് ക്യാൻ ബി ചേഞ്ച് എന്നാണ്. ആക്ച്വലി മാറ്റാൻ പറ്റുന്ന നമുക്ക് മാറ്റാം, അല്ലാത്ത മാറ്റാൻ പറ്റില്ല. സോ അതിനെ നമ്മുടെ കോൺഫിഡൻസ് കൊണ്ടാണ് നമ്മൾ ആക്ച്വലി നേരിടേണ്ടത്. ഞാൻ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത് കൊടുക്കുന്നത് ഒരു വ്യക്തിനെ അല്ല,
നമ്മുടെ സമൂഹത്തിൽ പൊതുവെ അങ്ങനത്തെ ആളുകളൊക്കെ മോശക്കാരാണെന്നുള്ള കാഴ്ചപ്പാടുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, നമുക്ക് നാട്ടിൽ ഇവർക്കൊക്കെ ഉണ്ട പക്രു, ഈ പറഞ്ഞ പോലെ ഉണ്ടപരി, അങ്ങനെ പല പേരുകൾ അറിയപ്പെടും. അപ്പൊ അതൊക്കെ നമ്മൾ വിളിക്കുന്നത് ആക്ച്വലി എന്തിനാണറിയോ, ആ വ്യക്തി ലൈഫിൽ മോശമാണ് എന്ന് സമൂഹം അല്ലെങ്കിൽ നമ്മുടെ സംസാരം കൊണ്ട് വരികയാണ്. ഇതിന് ലാസ്റ്റ് ഇതുകൂടി ഈ അത്ലറ്റിക് കൂടി കഴിഞ്ഞിട്ട് വേണം അതിനെ പറയാന്നുള്ള വെച്ചതാണ്. ഈ ഇവിടെ അതിനെ എടുത്തിട്ടപ്പോ ഞാനത് ഇവിടെ തന്നെ പറയാൻ വിചാരിച്ചതാണ്. ആക്ച്വലി ഇത്തരം ഏതൊരു ഫിസിക്കൽ അപ്പിയറൻസ് ആണെങ്കിലും എവറിത്തിങ് ഈസ് കോമൺ, അല്ലെങ്കിൽ എവറിത്തിങ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ എന്നുള്ളതാണ് സൈക്കോളജിയിൽ. ഇതിനിപ്പോ സ്വഭാവത്തിലാണെങ്കിലും ഫിസിക്കൽ അപ്പിയറൻസ് ആണെങ്കിലും സൈക്കോ സോഷ്യൽ ആണെങ്കിലും ഏതാണെങ്കിലും ഇത് നല്ലത് ഇത് മോശം എന്ന് സൈക്കോളജി പറയില്ല. ഓക്കെ, ഏത് പേഴ്സണാലിറ്റി ആണെങ്കിലും അതിന് ഗുണങ്ങളും ദോഷങ്ങളും പറയാൻ മാത്രമേ ചെയ്യുള്ളൂ. സോ അങ്ങനെ തന്നെ കാണണം. റൈറ്റ്. ഇനി ഇവർക്കുള്ള ഇവിടെ നോക്കണെങ്കിൽ ഹു ആർ ജോവിയൽ അഥവാ ജോയ്ഫുൾ ആയിരിക്കുന്നതാണ്. ലവ്ലി, ഔട്ട് ഗോയിങ് വിത്ത് ഫ്ലക്ച്വേറ്റിംഗ് മൂഡ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അവരൊരു എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അവരുടെ മൂഡിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ചൊരു ജോയ്ഫുൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. 3 അത്ലറ്റിക് ആണ്. സ്ട്രോങ് ആൻഡ് സ്റ്റേഡി ലിം ആൻഡ് ബോൺ ആണ്. ഓക്കെ, ഭയങ്കര ഇങ്ങനത്തെ ആളുകൾ എന്താ പറയാ, ഭയങ്കര ഉറച്ച ശരീരമാണ് എന്നൊക്കെയുള്ള ആളുകൾ എന്താ പറയാറുള്ളത്? ഉരുക്കു മനുഷ്യൻ. ഉരുക്ക് മനുഷ്യൻ, കുറച്ചൊരു കട്ടി കൂടി പോയി തോന്നുന്നു. ഓക്കെ, സോ ഇത്തരം ആളുകള് സ്കിസോഥൈൻ പേഴ്സണാലിറ്റിയാണ്. അത് അവർ കുറച്ച് ഇൻട്രോവേർട്ടഡ് ആയിരുന്നതാണ്. അപ്പൊ എല്ലാവരും അടിയിൽ വന്നിട്ട് ഇങ്ങനെ ഇടപഴകിക്കൊള്ളുന്നില്ല. സൈക്ലോഥൈൻ പേഴ്സണാലിറ്റി എന്ന് പറയും. എക്സ്ട്രോവേർട്ടഡ് ആവാം, ഇൻട്രോവേർട്ടഡ് ആവാം, രണ്ടും വലിയ പറയുന്നുണ്ട് കേട്ടോ. സ്കിസോഥൈം ആൻഡ് സൈക്ലോഥൈം രണ്ടും പറയുന്നുണ്ട്. അപ്പൊ ഇനി അതൊക്കെ ഇതിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഇൻട്രോവേർട്ടഡും എക്സ്ട്രോവേർട്ടഡും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാനുണ്ട് ആക്ച്വലി. സോ ക്രച്മേഴ്സ് 3 ടൈപ്സ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. ഇനി സ്ട്രേഞ്ചേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് 6 കാറ്റഗറീസ് പറയുന്നുണ്ട്. ഒന്ന് തിയററ്റിക്കൽ ആണ്. തിയററ്റിക്കൽ ഇൻ നാച്ചുറൽ, നെഗ്ലക്ട് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ. എല്ലാത്തിനും ഒരു തിയററ്റിക്കൽ ബേസ് കാണുന്ന ഒരാളാണ്. എന്തിനാണ് അപ്പൊ അങ്ങനെയൊക്കെ ഒരു ആവശ്യം, അല്ലെങ്കിൽ ഇങ്ങനെ കൂടേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും ഒരു തിയററ്റിക്കൽ ഇൻ നാച്ചുറൽ ആയിരിക്കും അവരുണ്ടാവുക. സോഷ്യൽ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ അവർ നെഗ്ലക്ട് ചെയ്യുന്ന പറയുന്നത്, അഥവാ കൂട്ടത്ത് കൂടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 2 എക്കണോമിക് ആണ്. ഇൻട്രസ്റ്റ് ഇൻ മണി ഹോർഡിംഗ് ആണ്. എപ്പോഴും പൈസ 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 പൈസ, അല്ലെ, എല്ലായിടത്തും പൈസ, എല്ലാത്തിനും പൈസ എന്ന് ചിന്തിക്കുന്ന ആളുകൾ. 3 എസ്തെറ്റിക് ആണ്. ലവ് ആൻഡ് ബ്യൂട്ടി ആണ് ആക്ച്വലി. സോ ബ്യൂട്ടി ഇൻ സെൻസസ് ഗ്രാറ്റിഫിക്കേഷൻ. എല്ലാത്തിലും ഒരു സൗന്ദര്യം കാണുന്ന ആളുകളോ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളോ ഒക്കെയാണ്. നിങ്ങൾ ഈ തിയററ്റിക്കൽ ആളുകളിലെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഗെറ്റ് ടുഗദർ വെക്കല്ലേ എന്ന് വെച്ചാലേ ഒരു ചോദിക്കും, എന്താ അതിന്റെ ആവശ്യം, എനിക്കങ്ങനെ വരാൻ താല്പര്യമൊന്നുമില്ല, ഈ എല്ലാവർക്കും ഇത് പറ്റിക്കോളുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അതിനെങ്ങനെ തിയററ്റിക്കലി അതിനെന്ത് ചെയ്യും, അതിനെ തളർത്താൻ ശ്രമിച്ചു കൊടുക്കും. ഓക്കെ, എക്കണോമിക്കലാണെങ്കിൽ ആ വ്യക്തിക്ക് വീട്, കുടുംബം, അല്ലെങ്കിൽ നാട്ടുകാർ, കല്യാണം, അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല. എവിടെയെങ്കിലും 2 രൂപ കിട്ടുമോ നോക്കണ പണികരം. എക്കണോമിക്കലായിരിക്കും. എത്ര ചെലവാകും എന്നൊക്കെ ചിന്തിക്കും. അല്ലെ, അതിന്റെ സാമ്പത്തികം വേഗം ചർച്ച ചെയ്യും. അതിനിപ്പോ പിന്നെ ആ പരിപാടി എന്തെങ്കിലും പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കൂടി നോക്കും. 2 രൂപ കമ്മീഷൻ കിട്ടുമെന്ന് നോക്കും. ഓക്കെ, 3 എസ്തെറ്റിക് ആണ്. എല്ലാത്തിനും ഒരു സൗന്ദര്യം, അഥവാ ഒരു വണ്ടി വാങ്ങിയാല് അതെങ്ങനെയാണ് നമ്മളിങ്ങനെ ചൊറുക്കൂട്ടി സെറ്റാക്കി കൊണ്ടെടുക്കുക, എപ്പോഴും മുടിയും താടിയും ഒക്കെ സെറ്റാക്കി നല്ല ഡ്രസ് ചെയ്ത് അവരൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിരിക്കും പൊതുവെ. അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു നല്ലതിനെ കാണുന്ന ആളുകളായിരിക്കും. ഓക്കെ, കാണുന്ന കാഴ്ചകളിൽ സൗന്ദര്യം കാണുന്ന ആളുകളാണ്. ലൈഫിൽ സൗന്ദര്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകളായിരിക്കും. 4 സോഷ്യൽ ആണ്. സോഷ്യലായ ആളുകളെ കുറിച്ച് എന്താ അഭിപ്രായം, എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അല്ല, സോഷ്യൽ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആവും. അതെ, കല്യാണം, സൽക്കാരം, പ്രോഗ്രാംസ് എല്ലാത്തിനും മുന്നിലുണ്ടാവും. അല്ലെ, ഓരോടെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഓരോ എന്ത് ചെയ്യും, ആകെ ആക്റ്റീവായി നടന്ന് എല്ലാവരും വിളിച്ചുണ്ടാക്കി കൊണ്ടുവന്ന് പരിപാടി നടത്തി പിരിപ്പിച്ചു തരും. അത്രയും എല്ലാവരുടെ അടുത്തും മിംഗിൾ ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. 5 പൊളിറ്റിക്കൽ ആണ്. ഡോമിനേറ്റിംഗ് ആൻഡ് ഡിഫീറസ് ഓഫ് പവർ ആണ്. ഒരു അധികാരം എല്ലായിടത്തും വേണ്ടിവരും. ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി ചേർന്നാലും എങ്ങനെ അതിന്റെ അധികാരത്തിലേക്ക് എത്താം, അതിങ്ങനെ ഉന്നതിയിലേക്ക് എത്താം എന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും. ഒരു പൊസിഷൻ, പവർ അവരെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. അതിന് എത്ര പൈസ കൊടുത്താലും വേണ്ടില്ല, ആ ഒരു അധികാരം കിട്ടണം എന്നുള്ളതൊക്കെ ചിന്തിക്കും. 6 റിലീജിയസ് ആണ്.
എപ്പോഴും മൈക്കിന് എടുത്തുണ്ടാവും അല്ലേ? ഓക്കെ. 6 റിലീജിയസ് ആണ് അല്ലെ? എപ്പോഴും ഒരു ഡിവോട്ട് പേഴ്സൺ ആയിരിക്കും, അഥവാ റിലീജിയസ് ആയിരിക്കും, വിശ്വാസം, പ്രമാണം അല്ലെങ്കിൽ അങ്ങനെ റിലീജിയസ് ആക്ടിവിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളായിരിക്കും അല്ലെ? കുടുംബം പോയാലും വേണ്ടില്ല നമ്മുടെ മതം സംരക്ഷിക്കപ്പെടണം എന്നുള്ളതൊക്കെ, ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല മതം ഉണ്ടാവണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. സോ അത്തരത്തില് ഒരു 6 പേഴ്സണാലിറ്റി. ഈ ഓരോ തിയറി പഠിക്കുമ്പോഴില്ലേ ഇതൊക്കെ ശരിയാണെന്നാണ് പറയേണ്ടത്. ഇന്നയാളെ തിയറി ശരിയില്ല, ഇന്നയാളെ തിയറി മാത്രം ശരിയുള്ളൂ, അങ്ങനെയില്ല. എല്ലാവരും തിയറികളും ശരിയാണ്, എല്ലാത്തിന്റെയും ശരികളെ മാത്രം കാണുക. ഇനി ഷെൽഡൻസ് ക്ലാസിഫിക്കേഷൻ ആണ്. 3 ക്ലാസിഫിക്കേഷൻ ആണ്: വിസറോട്ടോണിയ, സൊമോട്ടോട്ടോണിയ, സെറിബ്രോട്ടോണിയ. ഓക്കെ. അതിലെ ബോഡി ടൈപ്പും ടൈപ്പൽ ട്രേറ്റും ഒക്കെ ഈ പറയുന്നുണ്ട്. ഇതിൽ പേഴ്സണാലിറ്റി ടൈപ്പും ടിപ്പിക്കൽ ട്രേറ്റും ഈ രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിസറോട്ടോണിയ, ഫോണ്ട് ഓഫ് ഫുഡ്, ഇൻക്ലൈൻ ടു ഈറ്റ് ടു മച്ച്, ഒരുപാട് തിന്നണം, പറയാം തിന്നാൻ വേണ്ടി ജീവിക്കുകയാണെന്നൊക്കെ പറയില്ലേ, തിന്ന ഉറങ്ങുക, ഇതാണ് പോലെ മെയിന്. അതുപോലെ തന്നെ അവരുടെ ബോഡി ടൈപ്പ് ജസ്റ്റ് വേണമെങ്കിൽ നോക്കാം. എൻഡോമോർഫി, ടെൻഡൻസി ടു വാട്ട്, റൗണ്ട്നെസ് ആൻഡ് സോഫ്റ്റ്നെസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ബോഡി ടൈപ്പ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പേഴ്സണാലിറ്റി ടൈപ്പും അതിന് ടിപ്പിക്കൽ ട്രേറ്റും ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ. പിന്നെ 2 സൊമോട്ടോട്ടോണിയ, അതിൽ അഡ്വഞ്ചറസ് പീപ്പിൾ ആണ് പറയുന്നത്. ഭയങ്കര എക്സസൈസ് ചെയ്യുക, അതുപോലെ തന്നെ കോൾഡ് ഷവറിങ്, തണുത്ത വെള്ളം ഉപയോഗിക്കുക, ഭയങ്കര ഇൻഫോർമൽ ആയി ഡ്രസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പെയിൻ ഈസിലി ആൻഡ് വില്ലിംഗ്ലി എന്നൊക്കെ പറയുന്നു. വിത്ത്സ്റ്റാൻഡ് ആൻഡ് പെയിൻ ഈസിലി ആൻഡ് വില്ലിംഗ്ലി. ഇവര് കുറച്ചൊരു അഡ്വഞ്ചറസ് ആണ് എന്നാണ് അതിൽ കാര്യമായിട്ട് പറയുന്നത്. ഓക്കെ. 3 സെറിബ്രോട്ടോണിയ, സോഷ്യൽ, അൺആംബിയബിൾ, ലാക്ക് ഡിസയർ ഫോർ എക്സസീവ്, അഥവാ പക്ക മടിയന്മാരായി അങ്ങനെ എക്സസൈസോ ഇതൊന്നും, പിന്നെ നോൺ അഡ്വഞ്ചറസ് ആയ ആളുകൾ. ഈ സൊമോട്ടോണിയ അഡ്വഞ്ചറസ് ആണ്, സെറിബ്രോട്ടോണിയ അഡ്വഞ്ചറസ് അല്ല. അത്രയൊക്കെ അത് കണ്ടാലും മതി. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതല്ല ഈ ഷെൽട്ടൺ ക്ലാസിഫിക്കേഷൻ കേട്ടോ. ഇത് ബോഡി ടൈപ്സ് ആണ് ആക്ച്വലി ഇത് പറയുന്നത്. ഒരുപാട് ഭയങ്കര വിസറോട്ടോണിയ ഭയങ്കര ഫുഡിയാണ്, സൊമോട്ടോണിയ ഭയങ്കര എക്സസൈസ് ആണ്, സെറിബ്രോട്ടോണിയ കുറച്ചൊരു പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു എക്സസൈസ് ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ അതിനൊരു ന്യൂട്രലായി നടക്കുന്ന ഒക്കെ ഒരു ആളുകളാണ്. ഓക്കെ. അപ്പൊ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വേറെ നോട്ട്സ് ഒന്നും ആഡ് ചെയ്യാത്തത് കേട്ടോ. ഇനി ലിപ്പിഡ്സ് ക്ലാസിഫിക്കേഷൻ ആണ്. ഇതിൽ 3 ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്, പെട്ടെന്ന് മനസ്സിലാവും. അതോറിറ്റേറിയൻ, ഡെമോക്രാറ്റിക് ആൻഡ് ലൈസസ് ഫെയർ. അതോറിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എന്റെ തീരുമാനങ്ങൾ, ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നില്ല. ഫോഴ്സ് ഈസ് ഡിസിഷൻ ഓൺ അതേഴ്സ്. ഇവിടെ അതേഴ്സ് ഉള്ളതാണ് കേട്ടോ, എസ് മാറിപ്പോയി, ഈ മാറിപ്പോയിട്ടുണ്ട്. സോ എല്ലായിടത്തും ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ മതി, ഇങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് ഈ അതോറിറ്റേറിയൻ ആളുകൾക്ക് അവരുടെ ഒരു അഭിപ്രായം ബാക്കിയുള്ള ആളുകളോട് ഇങ്ങനെ പറയാതിരിക്കാൻ പറ്റൂല. ഓക്കെ. എല്ലാ സമയത്തും ദേ വിൽ ഹാവ് സം മോർ സജഷൻസ്, ഇഷ്ടം പോലെ അഡ്വൈസ്, ഇഷ്ടം പോലെ സജഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെ. അങ്ങനത്തെ ആളുകൾ കണ്ടിട്ടുണ്ടോ? അതോറിറ്റേറിയൻ കണ്ടിട്ടുണ്ടോ? ഒരുപാട്. അവർക്കില്ലേ ബാക്കിയുള്ള ആളുകൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആണ്. പിന്നെ അവര് സ്വയം പണിയെടുക്കില്ല, മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ഒരു മെയിൻ ആവുള്ളൂ. ചില സമയത്ത് അവർ പണിയെടുത്താലും അവർക്ക് കുറച്ചധികം അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഡെമോക്രാറ്റിക് ആണ്, സീക്ക് കൺസെൻസസ് വൈൽ ടേക്കിംഗ് ഡിസിഷൻ. എന്ത് തീരുമാനിക്കുകയാണെങ്കിലും ബാക്കിയോട് ചോദിക്കും, എൻ്റെ അഭിപ്രായം എന്താ, നിന്റെ അഭിപ്രായം എന്താ, നിന്റെ അഭിപ്രായം എന്താ. ഒരു കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിലത്തെ പ്രിൻസിപ്പൽ അതോറിറ്റേറിയൻ ആയാലും ഡെമോക്രാറ്റിക് ആയാലും ലേസസ് ഫെയർ ആയാലും എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യണം കേട്ടോ ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രീതിയിൽ എല്ലാവരെയും അംഗീകരിക്കുക എന്നുള്ളതാണ്. ലേസസ് ഫെയർ ആണെങ്കിലോ എവരിവൺ ആക്ട്സ് ഹിസ് ഓൺ, എല്ലാവരും അവനാന്റെ ഇങ്ങനെ വൈക്ക് ഇങ്ങനെ പോകുന്നുണ്ടാവും. ആരെയും കൺട്രോൾ ചെയ്യണമെന്നില്ല. ദ ലീഡർ ഹാസ് നോ പവർ. ഞാൻ പ്രത്യേകിച്ച് ലീഡർ ആണെന്ന് എനിക്കറിയുണ്ടാവില്ല. എല്ലാവരും അവനാന്റെ വൈക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടാവും, എങ്ങനെയൊക്കെയോ പോകുന്നുണ്ടാവും. ഇനി ഒരു പ്രിൻസിപ്പാള് അതോറിറ്റേറിയൻ ആയാലും ഡെമോക്രാറ്റിക് ആയാലും ലേസസ് ഫെയർ ആയാലും എന്ത് സംഭവിക്കും? നമ്മളവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചർ ആണെങ്കിൽ അതോറിറ്റേറിയൻ പ്രിൻസിപ്പൾ അണ്ടറിൽ വർക്ക് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും അവസ്ഥ?
നമുക്ക് ഇമോഷണലി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങേരുടെ ഭാഗം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. ബാക്കിയുള്ളവരായിട്ട് ഭയങ്കര ഇമോഷണൽ കണക്ഷൻ ഒന്നും ഇല്ലെങ്കിലും അങ്ങേര് ആ ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് ശരിക്കും എപ്പോഴും ചോദിക്കാൻ പറയാൻ ഒരാളുണ്ടാവും. പക്ഷെ നമ്മുടെ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റായി കൊണ്ടുവരുമ്പോൾ ഉപരി പറയും ഇത് ഇങ്ങനെയല്ല വണ്ടി, അങ്ങനെ വണ്ടി അറിയാം അല്ലെ. ലാസ്റ്റ് മൊമെന്റിലൊക്കെ നമുക്ക് ചില പല മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ചില സമയത്ത് എല്ലാ അതോറിറ്റിയും ഒരുപോലെ അല്ല കേട്ടോ. ചില അതോറിറ്റിയായ ആളുകൾ താഴെ ആളുകൾ തീരെ പരിഗണിക്കൂല, അവരെ ഒരു പരിഗണനയും കൊടുക്കൂല. അത്തരത്തിലുള്ള ആളുകളും ഉണ്ട്. രണ്ട് ഡെമോക്രാറ്റിക് ആണ്, അത് നമുക്കറിയാം. ഭയങ്കര സിമ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും, നമുക്കൊരു വാല്യൂ ഉണ്ടായിരിക്കും, നമ്മൾ അഭിപ്രായങ്ങൾ അവർ കേൾക്കും. 3 ലൈസൻസ് ഫെയർ ആണ്. ഈ ലൈസൻസ് ഫെയർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും രസം, എങ്ങനെയൊക്കെ അവസ്ഥ? സുപ്പീരിയേഴ്സിന് നല്ല പണിയായിരിക്കും. സുപ്പീരിയേഴ്സിനല്ല, താഴെയുള്ളവർക്ക് നല്ല പണിയായിരിക്കും. അല്ല, എപ്പോ വേണമെങ്കിൽ വരാം, എപ്പോ വേണമെങ്കിൽ പോവാ അല്ലെ. പണി നമ്മൾ തന്നെ എടുക്കേണ്ടി വരുമല്ലേ? നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടി വരും. നമ്മള് ചിലപ്പോ പ്രിൻസിപ്പാളെ വിളിച്ചോടുന്ന് അവിടെ ഇരുത്തിയാണ്ട് ഇതിങ്ങനെയൊക്കെയാണ്, ഇതിന് ഒപ്പിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഒപ്പിടിക്കേണ്ടി വരും. കാരണം മൂപ്പരെ വെച്ചാൽ നടന്നാലാണ് ഇതിലൊക്കെ ഒരുപോലെ ആയിരിക്കും. വക്കാ മടിയന്മാരെ കയറാം. സോ അത്തരത്തില് 3 പേഴ്സണാലിറ്റി ആണ് ലിപ്പിറ്റിന്റെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞത്. ഓഗ്ബൺ പറയണത് റെവല്യൂഷനിസ്റ്റ്, ലീഡർ, പ്രൗഡ്, ഗാംബ്ലർ, എക്സിബിഷനിസ്റ്റ്. അതില് എക്സ്പ്ലനേഷൻ ഇല്ല, ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുള്ളൂ. റെവല്യൂഷനിസ്റ്റ് ആണ്, എപ്പോഴും റെവല്യൂഷൻസ് കൊണ്ടുവരുന്ന ആളുകളെ കയറാം. എങ്ങനെ കയറുണ്ടാവുക? എന്തെങ്കിലും ഓല അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടാവുക? അപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ടീച്ചേഴ്സ് നമ്മൾ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ട് ഇരിക്കേണ്ടി വരും അല്ലേ? പുതിയ കാര്യങ്ങൾ കൊണ്ടുവരണം, വേണ്ടിവരും. പിന്നെ എപ്പോഴും, കാരണം പുതുമ എല്ലാത്തിലും വേണ്ടിവരും. ക്രിയേറ്റിവിറ്റിക്ക് അങ്ങേ തലക്കെ അപ്രീസിയേഷൻ കിട്ടും. ഒരു ലീഡർ ആണെങ്കിലോ, ഒരു ലീഡർ എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണെങ്കിലോ, അത്തരം ഒരാളാണെങ്കിലോ, നമുക്ക് എന്തും ചോദിക്കും പറയും ചെയ്യാനും നമ്മുടെ മുകളിൽ ഒരാളുണ്ട്, കൃത്യമായി നമുക്ക് ഇൻസ്ട്രക്ഷൻസ് നൽകിക്കൊണ്ടിരിക്കും. ഓക്കെ. 3 പ്രൗഡ്, അഥവാ എല്ലാ തന്റെ ക്വാളിറ്റി നല്ല പ്രവർത്തനങ്ങളിലും ഒരു അഭിമാനപൂരിതമാകുന്ന ഒരാളായിരിക്കും. ഓക്കെ. 4 ഒരു ഗാംബ്ലർ, അഥവാ ലീഡർ എന്നുള്ള ഒരു സ്ഥാനത്ത്, അല്ലെങ്കിൽ ഇത് ആക്ച്വലി പേഴ്സണാലിറ്റി ആണ്, ലീഡർഷിപ്പ് അല്ല പറയുന്നത് കേട്ടോ. അപ്പം ഗാംബ്ലർ എന്നുള്ള ഒരാളാണെങ്കിലോ, പ്രത്യേകിച്ച് തന്റെ പോലും സമയത്തിന് മൂല്യം കൊടുക്കാത്ത ഒരാളായിരിക്കും. എപ്പോഴും എന്താ പറയാ, ലാവിഷായി നടക്കുക, അല്ലെങ്കിൽ അനാവശ്യമായി പണം ചെലവഴിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. 5 എക്സിബിഷനിസ്റ്റ് ആണ്. എക്സിബിഷനിസ്റ്റ് എന്ന് പറഞ്ഞാല് എന്തും അല്ലെ, ഇപ്പോഴത്തെ കാലത്ത് നമ്മളെല്ലാവരും എക്സിബിഷനിസ്റ്റുകളാണ് ഒരിടയ്ക്ക്. കാരണം നമുക്കൊക്കെ ഷോ ചെയ്യണം അല്ലെ. നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മളത് 4 ആളെ കാണിച്ചാലേ നമുക്കൊരു സമാധാനം ഉള്ളൂ എന്നുള്ളിടത്താണുള്ളത്. സോ അത്തരത്തിൽ 5 പേഴ്സണാലിറ്റീസ് ആണ് റെവല്യൂഷനിസ്റ്റ്. എപ്പോഴും ഒരു പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകള്. ലീഡർ, എപ്പോഴും ഒരു ലീഡർ എന്നുള്ള ഒരു റോളിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന പേഴ്സണാലിറ്റിയുള്ള ആളുകള്. 3 പ്രൗഡ്, എപ്പോഴും അഭിമാനപൂരിതമായി നിൽക്കാൻ, അപ്പൊ കൃത്യമായി അഭിമാനത്തെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് കീപ്പ് ചെയ്യുന്ന ഒരാള്. 4 ഒരു ഗാംബ്ലർ ആണ്. 5 അഥവാ എപ്പോഴും എല്ലാത്തിനെയും മിസ്യൂസ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ അല്ലെ ചൂതാട്ടം, അത്തരത്തിലുള്ള കാര്യങ്ങള്, ദാറ്റ് മീൻസ് ഒരു മൊറാലിറ്റിയെ കീപ്പ് ചെയ്യാത്ത ഒരാള്. 5 എക്സിബിഷനിസ്റ്റ് ആണ്, എല്ലാതും മറ്റുള്ളവരെ കാണിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആള്. അത്തരത്തില് 5 പേഴ്സണാലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഓഗ്ബൺ പറഞ്ഞു വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇനി യൂങ്ങിന്റെ, കോൾ യൂങ്, ഇവിടെ ജൻ എന്ന് വായിക്കരുത്, യൂങ് എന്ന് വായിക്കാനുണ്ടോ. കോൾ യൂങ് ക്ലാസിഫിക്കേഷൻ ആണ്. ഒന്ന് ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടാവും അല്ലെ. എന്താ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ എക്സ്ട്രോവേർട്ട്. ഇതിന് ശരിക്കും ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ നല്ലത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ നല്ലത്? എക്സ്ട്രോവേർട്ട്. രണ്ടും നല്ലതെന്ന് പറയാൻ പറ്റില്ല, രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആവുമ്പോഴാവില്ലേ ബെറ്റർ ഉണ്ടാവുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു, മോശമാണോന്നും പറയാം. ഏതെങ്കിലും ഒന്നിന് നല്ലത് പറയരുത്. ഓക്കെ, ഇന്നതാണ് നല്ലത് പറയരുത്, അത് സൈക്കോളജിക്ക് എതിരാണ്.
സോ ഞാൻ വെറുതെ ചോദിച്ചു, നിങ്ങളെ പരീക്ഷയ്ക്ക് വേണ്ടി ചോദിച്ചതാണ്. രണ്ടിനും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇപ്പോൾ 7 തരം പാരന്റിങ് ഉണ്ടെങ്കിൽ 7 തരവും ഒരുപോലെ തന്നെ. എന്നാൽ ചിലതിന് ഗുണങ്ങൾ കൂടും, ചിലതിന് ദോഷങ്ങൾ കുറയും. അങ്ങനെ മാത്രമാണ്. ഇതന്നെ വേണം എന്ന് പറയരുത് കേട്ടോ. ആൻഡ് സോ യൂങ്ങിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് ഇൻട്രോവേർട്ട് ആണ്. ഇമ്മേഴ്സ്ഡ് ഇൻ ഹിസ് ഓൺ തോട്ട് മെമ്മറീസ് ആൻഡ് ഇമാജിനേഷൻ. ഈ വ്യക്തികളിലെ സ്വന്തം ചിന്തയിലേക്കും സ്വന്തം കഴിവിലേക്കും സ്വന്തത്തിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന ആളുകളാണ് ഇൻട്രോവേർട്ട്. എക്സ്ട്രോവേർട്ടിനെ പലപ്പോഴും നമ്മുടെ ചിന്ത മറ്റുള്ളവരിലേക്കാണ്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കുന്നു, മറ്റുള്ളവർ പോകുന്നുണ്ടോ, അവരെന്താ ചെയ്തേ, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളായിരിക്കും. ദെൻ കൺസീൽ ഇമോഷൻസ്. ഈ ഇൻട്രോവേർട്ടായ ആളുകൾ എപ്പോഴും ഇമോഷൻസിനെ മറച്ചെടുക്കുന്ന ആളുകളായിരിക്കാം. ചില ആളുകളുണ്ടല്ലോ തീരെ ദേഷ്യപ്പെടില്ല, പക്ഷെ ദേഷ്യപ്പെട്ട ഭയങ്കര ദേഷ്യകരം. കാരണം എന്താ, അവർക്ക് ദേഷ്യം വരാത്തതുകൊണ്ടല്ല, അവരെ ദേഷ്യം കാണിക്കാറില്ല എന്നുള്ളതാണ്. ദെൻ ഡീപ്ലി അപ്സെറ്റ് ബൈ ഫെയിലിയർ. ഇവർക്ക് തോൽവികളൊന്നും അങ്ങനെ താങ്ങാൻ കഴിയില്ല. കാരണം വേഗം തോറ്റാലും ഭയങ്കര സങ്കടമായിരിക്കും, ജയിച്ചാൽ ഭയങ്കര സന്തോഷം ഉണ്ടാവും. ദെൻ ഹൈലി സെൻസിറ്റീവ് ടു ക്രിറ്റിസിസം. കുറെ കുറ്റം പറഞ്ഞാലൊക്കെ ഭയങ്കര സങ്കടകരം. കാരണം എന്നെ പറഞ്ഞില്ലേ, എന്നാൽ ഞാൻ നന്നായി ചെയ്തതല്ലേ. പക്ഷെ ഇവർ നന്നായി ചെയ്തു എന്നുള്ള അവർക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം അവർ എക്സിബിറ്റ് ചെയ്യൂല, അവർ മറ്റുള്ളവർ പറഞ്ഞത് തെളിയിക്കാൻ ശ്രമിക്കൂല, ഒക്കെ അവരെ മനസ്സിലുണ്ടാവുക. ഇവർ ഭയങ്കര കോൺസെൻട്രേഷൻ ആളുകളാണ്, ഭയങ്കര ക്രിയേറ്റീവായ ആളുകൾ ആണ്. ഏറ്റവും കൂടുതൽ സെൽഫ് കോൺഷ്യസ്നസ് ഉള്ള ആളുകളൊക്കെയാണ് കേട്ടോ ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത്. ദെൻ എക്സ്ട്രോവേർട്ടിക്ക് വരുമ്പോൾ സസെപ്റ്റബിൾ ടു എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ. എപ്പോഴും പുറമേ നിന്നുള്ള ആളുകൾ പുറത്ത് എന്ത് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും നോട്ടം. ഡീപ്ലി ഇൻവോൾവ് ഇൻ സോഷ്യൽ ആക്ടിവിറ്റീസ്. സമൂഹവുമായിട്ട് ഭയങ്കര ബന്ധമായിരിക്കും, കുറെ ഫ്രണ്ട്സ്, ഒരുപാട് ആളുകൾ, ഇങ്ങനെയൊക്കെ ആയിരിക്കും. നോട്ട് വെരി മച്ച് ബോതേർഡ് ബൈ ഔട്ട്സൈഡ് ക്രിറ്റിസിസം. മറ്റുള്ളവർ എന്ത് പറഞ്ഞാൽ നമുക്ക് എന്ത്, പ്രശ്നമില്ല, ആ ഇതിൽ കേട്ട് ഇതിൽ വിടുക എന്ന് പറയുന്ന ആളുകളായിരിക്കും. ആൻഡ് ഡിസ്പ്ലേ ഇമോഷൻ ഓപ്പൺലി. സങ്കടമാണെങ്കിൽ സന്തോഷമാണെങ്കിൽ നാളെ അറിയിക്കും. എല്ലാവരും മുന്നിൽ നമുക്ക് അറിയാൻ ഒരു പ്രശ്നമില്ല. ഇൻട്രോവേർട്ട് ആണെങ്കിൽ എല്ലാവരും മുന്നിൽ അറിയില്ല, ഒറ്റയ്ക്ക് പോയിട്ട് കാര്യമുള്ളൂ. എക്സ്ട്രോവേർട്ട് അങ്ങനെയൊന്നുമില്ല, എല്ലാവരും മുന്നിൽ സങ്കടപ്പെടും, സന്തോഷപ്പെടും. ദെൻ ലെസ് വറീഡ് അബൌട്ട് ഫെയിലിയർ. എന്ത് പരാജയം നമുക്ക് പ്രശ്നമില്ല, അടുത്ത വിജയിക്കാലോ എന്നാണ് എക്സ്ട്രോവേർട്ട് തീരുമാനിക്കുക. ഇൻട്രോവേർട്ട് പറയുന്നത് വെച്ചാൽ പരാജയപ്പെട്ടാൽ അതൊരു വലിയ സങ്കടമായിരിക്കും. കാരണം അവരെ സംബന്ധിച്ച് അവർ ഒരുപാട് ഹാർഡ് വർക്ക്, അവരുടെ സെൽഫ് ആയിട്ട് കുറെ ഹാർഡ് വർക്ക് അവർ ചെയ്തിട്ടുണ്ടാവും. ദെൻ ലാക്ക് ദ പവർ ഓഫ് സെൽഫ് ക്രിറ്റിസിസം. കാരണം എന്താ പറയുക, ഇവർക്ക് സെൽഫ് ക്രിറ്റിസിസത്തിന്റെ പവർ കുറവായിരിക്കും. കാരണം വെച്ചാല് സ്വന്തത്തെ കുറിച്ച് അവർ വല്ല ചിന്തിക്കണില്ലല്ലോ, എപ്പോഴും ബാക്കിയുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കണത്. എന്നാൽ ഇൻട്രോവേർട്ട് ആണെങ്കിൽ അവർ ഭയങ്കര സെൽഫ് കൺട്രോൾ ആണ്, സെൽഫ് ഇമോഷൻസ് ഒക്കെ അവർ ഭയങ്കരമായി കീപ്പ് ചെയ്യുന്ന ആളുകളൊക്കെയാണ്. ഓക്കെ, സോ ഇതാണ് യൂങ്ങിന്റെ ക്ലാസിഫിക്കേഷൻസ്. അപ്പോൾ തൽക്കാലല്ലേ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഏകദേശമൊക്കെ പതിയായി തോന്നുന്നു. ബാക്കി ഇനി നമുക്ക് ക്ലാസിഫിക്കേഷനും ഇമ്പോർട്ടന്റ് ആണോ നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പേ? പ്രിപ്പയർ ചെയ്യണം. കാരണം ചിലത് ഇന്നത് ഇമ്പോർട്ടന്റ് അല്ലാതെ പറയാൻ കഴിയുന്നില്ല. അപ്പൊ ഈ യൂങ്ങിൻ്റെത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. ഓപ്പൺ അല്ലാതെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങളുടെ പുസ്തകത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെയ്യേണ്ടത് നോക്കുക. ചെയ്യാത്തവരാണ് ഞാൻ ഇതിൽ ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇത് നോക്കുക. ഓക്കെ, സ്ട്രേഞ്ചേഴ്സിന്റെ നോക്കുക. പിന്നെ അതൊക്കെ ആയിരിക്കും ഇമ്പോർട്ടന്റ്. നമുക്ക് ഇത് മാത്രം ഇമ്പോർട്ടന്റ് പറയാൻ കഴിയില്ല. കാരണം വെച്ചാല് പരീക്ഷയ്ക്ക് മാറ്റി മാറ്റി ചോദിച്ചു പോയില്ലല്ലോ, അതുകൊണ്ട്. ഓക്കെ, പിന്നെ നമുക്കില്ലേ അടുത്ത ദിവസം ട്രേറ്റ് അപ്രോച്ച് ടു പേഴ്സണാലിറ്റി. ഇതിൽ കാറ്റിന്റെ ട്രേറ്റ് അപ്രോച്ച് പേഴ്സണാലിറ്റി ഉണ്ട്, ഐസെങ്കിന്റെ ഉണ്ട്, പിന്നെ എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും വീണ്ടും വരുന്നുണ്ട്. പിന്നെ അതിൽ ട്രേറ്റ് അപ്രോച്ചിന്റെ ഇങ്ങനെ കുറച്ച് ഫ്രോയിഡിന്റെ തിയറീസ് വരുന്നുണ്ട്, ഇങ്ങനെയുള്ള ഓറൽ സ്റ്റേജ്. പിന്നെ പേഴ്സണാലിറ്റി അസസ്മെന്റ്, അത് കുറച്ചുള്ളൂ. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് റൈറ്റിംഗ് സ്കെയിൽ ക്വസ്റ്റ്യൻ എന്നൊക്കെയുള്ള സംഭവങ്ങളാണ്. ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോകാനുള്ളൂ. ഓക്കെ, പിന്നെ മൊറൈസ് മോർഗൻസിന്റെ TAT തീമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ് കണ്ടൊരു, ഇതൊക്കെ ജസ്റ്റ് ഇന്നതാണെന്ന് പറയാനുള്ളൂ. ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് കൂടുതലൊന്നുമില്ല. അത്രയൊക്കെയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തീർക്കാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഏകദേശം പകുതിയായി തോന്നുന്നു, വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഉണ്ടാകും. സോ അതിലേക്ക് പരമാവധി ആളുകൾ വരിക, പങ്കെടുക്കുക. ഓക്കെ, പിന്നെ പരീക്ഷ ആയിട്ടുണ്ട്, ഏകദേശം ഡേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഓരോ യൂണിറ്റ് എന്ത് ചെയ്യുക, മൊത്തം എത്ര യൂണിറ്റ് ഉണ്ട് നോക്കുക. മൊത്തം 25-25 യൂണിറ്റുകൾ ഉണ്ടാവും അല്ലെ. പിന്നെ മുതൽ ഒരു ദിവസം ഒരു യൂണിറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ദിവസം 2 യൂണിറ്റ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് പോവുകയാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു 10-15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും.
ആ സമയത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ടോ ഗ്രൂപ്പിൽ ചോദിക്കുക. എന്തായാലും കൂടെ പഠിച്ചു പോയാലാണ് ഏറ്റവും ബെറ്റർ എന്ന് മനസ്സിലാക്കാണ്. നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളാണ്, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും അപ് ടു ഡേറ്റ് ആയിട്ട് പോവുക. ഒന്നിച്ച് പഠിക്കാൻ നിൽക്കരുത്, തലയിൽ കയറൂല. കുറച്ച് കുറച്ചായി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ലെറ്റ് മീ വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ്. താങ്ക് യു ഓൾ.